ഹായ് ഹലോ എവ്രി വൺ. യെസ് മക്കളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് എക്സാം വരുന്നത് നമ്മുടെ ബയോളജി ആണ്. എന്നാണ്? നാളെ രാവിലെ അല്ലേ, അല്ലെങ്കിൽ നാളെ അല്ലേ നമ്മുടെ ബയോളജി എക്സാം വരുന്നത്. സോ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാ എക്സാമുകളും എഴുതിയതുപോലെ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് ബയോളജി. അപ്പൊ ബയോളജി എക്സാം എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബയോളജിയിൽ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ ബയോളജിയിലെ ആ 2 ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഇതിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. 2 ചാപ്റ്റേഴ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. സോ ഹിയർ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ടു ലൈഫ് പ്രോസസ്സസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. അപ്പോ ദേ വരുന്നു നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടല്ലോ, ഇതാണ് ആദ്യം എന്റെ മക്കൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. എന്താണ്? ദീസ് മോളിക്യൂൾസ് ആർ ഫോംഡ്. ഏതൊരു മോളിക്യൂളിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? ദീസ് മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ദ വേരിയസ് കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് സച്ച് ആസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എക്സെട്ര അല്ലെ. കാൽസ്യം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് ഇതുപോലെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്, ഈ മോളിക്യൂളുകൾ ഉണ്ടാകുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് എന്താ പറഞ്ഞേക്കുന്നത്? ഐഡന്റിഫൈ ദ മോളിക്യൂൾ. ഈ തന്മാത്രകൾ ഏതാണെന്ന് തിരിച്ചറിയുക. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ദിസ് മോളിക്യൂൾ. ഈ തന്മാത്രകൾക്ക് ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൗ ഡു ദീസ് മോളിക്യൂൾസ് ഹെൽപ്സ് ലിവിംഗ് ഓർഗാനിസംസ്. എങ്ങനെയാണ് ഇത്തരം തന്മാത്രകൾ ജീവജാലങ്ങളെ സഹായിക്കുന്നത്? എങ്ങനെയാണ് സഹായിക്കുന്നത് അല്ലെ. അപ്പൊ തന്മാത്രകൾ ഏതാ, മോളിക്യൂൾസ് ഏതാന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏതാണ് ആ മോളിക്യൂൾ? നമ്മുടെ ഏതാ? ബയോമോളിക്യൂൾസ് അല്ലേ. ബയോമോളിക്യൂൾസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ മക്കൾ ആൻസറിലേക്ക് നോക്കിക്കോളൂ. ബയോമോളിക്യൂളുകൾക്ക് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എഴുതാം, ലിപ്പിഡ്സ് എഴുതാം, പ്രോട്ടീൻസ് എഴുതാം, ന്യൂക്ലിക് ആസിഡ് എഴുതാം അല്ലെ. കാർബോഹൈഡ്രേറ്റുകളും ലിപ്പിഡുകളും പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡ് ഒക്കെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ ബയോമോളിക്യൂളുകൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതി വെക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി ഇത് എങ്ങനെ നമ്മൾ സഹായിക്കുന്നത് അല്ലെ? ബയോമോളിക്യൂൾസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. ബയോമോളിക്യൂളുകൾ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ദേ ആർ എസെൻഷ്യൽ ഫോർ ഓൾ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കോശത്തിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും നിർവഹിക്കുന്നതിൽ ഏകോപിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബയോമോളിക്യൂളിനെ ബേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആൻസർ എഴുതിക്കോളണം. അതിന്റെ മാർക്ക് എങ്ങും കൊണ്ടുപോയി കളയാനായിട്ട് പാടില്ല. സോ നമ്മൾ നെക്സ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. മക്കളെ, ഒറ്റപ്പെട്ടവ കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഗ്ലൂക്കോസ് ഉണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്. ഗ്ലൂക്കോസും സ്റ്റാർച്ചും സെല്ലുലോസും എണ്ണകളും ഓയിലും കൊടുത്തിരിക്കുന്നതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരാണ്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഗ്ലൂക്കോസും സ്റ്റാർച്ചും സെല്ലുലോസ് ഒക്കെ ഒരേ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. നമ്മളൊരു ഫ്ലോ ചാർട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോ ഓയിൽ അല്ലേ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഓയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന്റെ കാരണം? ഓയിൽസ് എണ്ണകളാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ഗ്ലൂക്കോസും സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ തന്നെ അല്ലേ. സെറ്റ് ആണല്ലോ. ഓക്കെ, നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കളെ. സിമ്പിൾ വെരി സിമ്പിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. മോളിക്യൂൾസ് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ഡാഷ്. മക്കളെ, രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന തന്മാത്രകളാണ് ഡാഷ്. എന്താ ഡാഷ് ഫില്ല് ചെയ്യേണ്ടത്? ഹോർമോൺസ് ആണോ, ആന്റിബോഡീസ് ആണോ, അതുപോലെ എൻസൈംസ് ആണോ? ഇതിൽ 3 എണ്ണത്തിൽ ഏതോ ഒരെണ്ണമാണ് അതിന്റെ ആൻസർ വരുന്നത്. ഏതായിരിക്കും? കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങൾ. എൻസൈംസ് അല്ലേ കറക്റ്റ് ആൻസർ. എൻസൈംസ് ആണ് മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എൻസൈംസിന്റെയും ഹോർമോൺസിന്റെയും കാര്യങ്ങൾ പറയുന്ന ഒരു വലിയ ബോക്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ വലിയ ബോക്സ് അതുപോലെ തന്നെ പഠിക്കാം. ബോക്സ് വലുതാണെങ്കിൽ അതിന്റെ അകത്തെ കണ്ടന്റ് വളരെ ചെറുതാണ്. അതുകൊണ്ട് വൃത്തിയായിട്ട് അത് പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോകാൻ കേട്ടോ. ദെൻ നമ്മൾ പോകുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക്. ചൂസ് ദ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ്. മക്കളെ, സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശദ്രവ്യ പാതയുടെ പേര് അത് നമ്മൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതെന്ന് ഏതൊക്കെയാ കൊടുത്തിരിക്കുന്നത്? സെൽ മെംബ്രെയിൻ, കോശസ്തരം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ സ്തരം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മോഡെസ്മാറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽസ്? അടുത്തടുത്തിരിക്കുന്ന സസ്യകോശങ്ങൾ, പ്ലാന്റ് സെൽസ് തമ്മിലുള്ള കണക്ഷൻ, സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ. എന്താണ് സാധനം? പ്ലാസ്മോഡെസ്മാറ്റയാണ് കറക്റ്റ് ആൻസർ കേട്ടോ, തെറ്റിക്കരുത്. പ്ലാസ്മോഡെസ്മാറ്റ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് മക്കൾ എഴുതേണ്ടത്. പോവാം അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. ഹിയർ the next question. Analyze the given statement and identify the parts of chlorophyll that match the statement in each. ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്തിട്ട് അവ ഹരിതഗണത്തിലെ ഏത് ഭാഗങ്ങളെയാണെന്ന് തിരിച്ചറിയുക. അത് ഏത് ഭാഗങ്ങളാണെന്ന് തിരിച്ചറിയുക. സ്റ്റോക്സ് ഓഫ് തൈലക്കോയിഡ് ഇൻ വിച്ച് ദ ക്ലോറോഫിൽ ഇസ് പ്രസന്റ്. ക്ലോറോഫിൽ കാണപ്പെടുന്ന തൈലക്കോയിഡുകളുടെ അടുക്കി തൈലക്കോയിഡ് വെച്ചിരിക്കുന്ന സാധനമല്ലേ ഗ്രാന. അപ്പോ എ ഗ്രാനയാണ്. ബി എന്ന സംഭവം നോക്കിക്കേ. എക്സ്പാൽഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഫോട്ടോസിന്തറ്റിക് ഫേസ്. മക്കളെ, പ്രകാശ സംശ്ലേഷണത്തിലെ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത്
എവിടെ വെച്ചിട്ടാണ്? ക്ലോറോപ്ലാസ്റ്റിൽ, ഹരിതകണത്തിൽ എവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്? അതും ഇവിടെ തന്നെയാണ്, ഗ്രാനയിൽ വെച്ചിട്ടല്ലേ? ഗ്രാനയിൽ വെച്ചിട്ടാണല്ലോ. സോ രണ്ടിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഗ്രാന തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? അതുപോലെ തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ദേ വരുന്നു. ദേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ചൂസ് ദ സ്റ്റോർഡ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ ഷുഗർ കെയിൻ. മക്കളെ, കരിമ്പിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ രൂപം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്റ്റാർച്ച്, അന്നജം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സുക്രോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. ഇതിൽ ഏതാണ് കരിമ്പ്? ഞാൻ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല, കാരണം ഫ്രക്ടോസ് തെറ്റാണ്, സ്റ്റാർച്ച് തെറ്റാണ്, പ്രോട്ടീൻ തെറ്റാണ്, സുക്രോസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. കരിമ്പിൽ ഇട്ട ഷുഗർ കെയിനിൽ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ ഫോം എന്ന് പറയുന്നത് സുക്രോസ് ആണ്. കറക്റ്റ് ആൻസർ സുക്രോസ് ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് മക്കളെ മൂവ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ്? പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പൂരിപ്പിക്കാം. ഗ്ലൂക്കോസ് സിന്തസിസ്, അനബോളിസം അല്ലെങ്കിൽ അനബോളിസം. യെസ്, അന്നജ നിർമ്മാണം എന്ന് പറയുന്നത് എന്താണ്? യെസ്, അനബോളിസം ആണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീൻസിന്റെ വിഘടനം. ബ്രേക്ക് ഡൗൺ എന്ത് ബോളിസ് ആയിരിക്കും അറിയാമായിരിക്കുമല്ലോ. ഇനി വാട്ടർ, ജലം ഓസ്മോസിസിലൂടെയാണ് പോകുന്നതെങ്കിൽ സോൾട്ട്, ലവണങ്ങൾ പോകുന്നത് ഏതോ ഒരു പ്രോസസ് ആണ് അല്ലെ? അപ്പോ പ്രോട്ടീനിന്റെ ബ്രേക്ക് ഡൗൺ കാറ്റബോളിസം ആയിരിക്കാം. അതേപോലെ സോൾട്ട്, ലവണങ്ങൾ പോകുന്നത് മക്കളെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? കറക്റ്റ് ആൻസർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഉറപ്പ് ചോദ്യമാണ്. നമുക്ക് ഇനി ഫോട്ടോസിന്തസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. CO2 പ്ലസ് ഡാഷ് എ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. സൂര്യപ്രകാശത്തിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ ബിയും പ്ലസ് ഓക്സിജനും ഉണ്ടാക്കുന്നു. എയും ബിയും എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂട്ടത്തിൽ വാട്ടർ ചേരുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുക? യെസ്, ബി കിട്ടുക. ബി എന്താ സാധനം? ഗ്ലൂക്കോസ് അല്ലേ? ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നേ. അപ്പോ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഈ ഒരു സാധനം സ്റ്റെപ്പ്, കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു വയ്ക്കുക. അവിടെ H2O, വാട്ടർ, ജലവും ഗ്ലൂക്കോസും ആണ് നമുക്ക് അവിടെ ഫിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ, ഇതേ പോകുന്നു. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. സെലക്ട് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാംഗ്രൂവ്സ് ഇൻ ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. മക്കളെ നോക്കി വെച്ചോട്ടോ. മാംഗ്രൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കണ്ടൽ കാടുകളുടെ പ്രത്യേകതകൾ തിരഞ്ഞെടുത്ത് എഴുതുക. എന്തൊക്കെയാ ABCD കൊടുത്തേക്കുന്നത്? സോഴ്സ് ഓഫ് എ ഫിഷ് വെൽത്ത് എന്ന് പറഞ്ഞല്ലേ? മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. പ്രൊട്ടക്ടിങ് ടർട്ടിൽസ്, കടലാമകളെ സംരക്ഷിക്കുന്നു. ഉണ്ടോ? ഇല്ലല്ലോ, എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. അവൈലബിലിറ്റി ഓഫ് മെഡിസിൻസ്, ഔഷധങ്ങളുടെ ലഭ്യത. അതുപോലെ പ്രിവെൻഷൻ ഓഫ് സുനാമിയെ തടഞ്ഞു നിർത്തുന്നു. ഇതിൽ ഏതൊക്കെയോ പോയിന്റ് കണ്ടൽക്കാടുകൾക്ക് ചേരുന്നതാ. ഞാൻ 1ഉം 4ഉം ചേരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ പറയണം? സാറേ 1ഉം 4ഉം തന്നെ ചേരും, അല്ലെങ്കിൽ എയും ഡിയും ചേരും. അപ്പൊ നോക്കാം, ആൻസർ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത് ആണ്. മത്സ്യസമ്പത്തിന്റെ ഉറവിടം തന്നെയാണ്. പ്രിവെൻഷൻ ഓഫ് സുനാമി തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇനി നമുക്ക് ഒരു മാച്ച് ദ ഫോളോയിങ് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇതാണ് ബയോമോളിക്യൂളുകളും അതിന്റെ എക്സാമ്പിളുകളും വെച്ചിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അതിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? എക്സാമിന് ഇതുപോലെ ചോദിക്കാം. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് ഒരു കോളത്തിൽ കൊടുത്തു, ബയോമോളിക്യൂളിൽ കൊടുത്തു. അതിന് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളോ? ആന്റിബോഡീസ്, സ്റ്റാർച്ച്, അതുപോലെ DNA, ഓയിൽസ്. ഇതും തമ്മിൽ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുമ്പോൾ എന്ത് വരും ആൻസർ എന്ന് അറിയാമോ? Can I show you the answer? ആൻസർ കാണിച്ചു തരട്ടെ. ഇതാണ് ആൻസർ വരുന്നത്. ലിപ്പിഡ്സ് ഓയിലുകളിൽ വരും, അല്ലെങ്കിൽ ഓയിൽ എക്സാമ്പിൾ ആയിട്ട് വരും. ന്യൂക്ലിക് ആസിഡിന് DNA എക്സാമ്പിൾ ആയിട്ട് വരും. പ്രോട്ടീനിന് ആന്റിബോഡികൾ എക്സാമ്പിൾ ആയിട്ട് വരും. കാർബോഹൈഡ്രേറ്റിന് സ്റ്റാർച്ച്, അന്നജമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് വെച്ചിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ കാര്യം, അതായത് ബയോമോളിക്യൂളുകളുടെ കാര്യം വെച്ചിട്ട് ഒരു പെട്ടി ചോദിച്ചാലും ടേബിൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യനിലേക്ക് കൂടെ നമുക്ക്. എല്ലാം കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സെലക്ട് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗ്രാനയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയോ പ്രോസസ്സുകൾ, ഏതൊക്കെയോ പ്രവർത്തനങ്ങൾ ഗ്രാനയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതൊക്കെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവോ? ഗ്രാനയില് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അതുപോലെ ഡിസോസിയേഷൻ ഓഫ് വാട്ടർ, ജലം വിഘടിക്കുന്നു. ദെൻ ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ATP, ദ എനർജി മോളിക്യൂൾ ഇസ് ഫോംഡ്, ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ഇതിൽ ഏതൊക്കെയാണ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത്? ഗ്രാന ഡിസോസിയേഷൻ ഓഫ് വാട്ടർ ഇല്ലേ? വാട്ടർ സ്പ്ലിറ്റ് ആകുന്നു, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. പിന്നെയോ ATP ഉണ്ടാകുന്നില്ലേ? ATP, ദ എനർജി മോളിക്യൂൾ ഇസ് ഫോംഡ്, ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. അപ്പൊ ഒന്നും, അതായത് ബിയും ഡിയും ആണ് നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് പെറുക്കി എഴുതേണ്ടത്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് എന്ത് പഠിക്കണം എന്നറിയാമോ? നമ്മുടെ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഇല്ലേ? ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും ഇല്ലേ ഫോട്ടോസിന്തസിസിന്റെ? അപ്പോ അതിന്റെ ആ പോയിന്റുകൾ
കൃത്യമായിട്ട് രണ്ട് ഫേസുകളിലും എന്താണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഒരു ഐഡിയോട് കൂടി പഠിച്ചു വെച്ചിട്ട് വേണം നാളെ എക്സാം എഴുതാൻ പോകാനായിട്ട്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ദെൻ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. മക്കളെ വീണ്ടും തേടാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മക്കളെ ചിത്രീകരണം നിരീക്ഷിച്ചിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ട് എ ഉണ്ടാകും. എ കഴിഞ്ഞാൽ സ്റ്റാർച്ച് അന്നജം ഉണ്ടായി, പിന്നെ സുക്രോസ് ഉണ്ടായി, പിന്നെ BCD ഉണ്ടായി. അപ്പൊ നമ്മൾ ABCD ഫില്ല് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ കിടക്കണില്ലേ? എയും ബിയും സിയും ഡിയും എന്താണ്? ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ് ഉണ്ടാകുന്ന എന്ത് സാധനമാണ്? ഗ്ലൂക്കോസ് അല്ലേ? ഗ്ലൂക്കോസ് അല്ലേ പിന്നെ സ്റ്റാർച്ച് ആകുന്നത്. ദെൻ സുക്രോസ് കഴിഞ്ഞിട്ട് ആ 3 BCD എന്ത് വരുവാടാ? യെസ്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫാറ്റ് കൊഴുപ്പുണ്ട്, വൈറ്റമിൻസ് വിറ്റാമിനുകളുണ്ട്. ഓക്കെ, മറന്നു പോകരുത്. ടെക്സ്റ്റ് ബുക്കിലെ ഫ്ലോ ചാർട്ട് ആണ്, അതുപോലെ പഠിച്ചു വെച്ചോളാം. ഇനി ഒരു 99.9% നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. കണ്ടോളൂ. നെയിം ഓഫ് ദി പാർട്ട്, അല്ലെങ്കിൽ നെയിം ഓഫ് ദി പാർട്ട് ഓഫ് ദ ഇമേജ് വിച്ച് ഇസ് ലേബിൾഡ് ആസ് എക്സ്. മക്കളെ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം, ഈ പിക്ചറിൽ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗം ഏതാണ്? ആ ഭാഗത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. നെയിം ദ പ്രോസസ് ഇൻ ദ ഇമേജ്. ഈ തന്നിരിക്കുന്ന ചിത്രം സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ, പ്രോസസ് ഏതാണ്? ആ പ്രോസസിന്റെ പേരും കൂടെ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറഞ്ഞു അല്ലെ. നോക്കണ്ടേ എന്താണ് എക്സ്? എക്സ് എന്താ സാധനം? നടുക്ക് വെച്ചിരിക്കുന്ന മെംബ്രെയിൻ അല്ലെ. എന്ത് മെംബ്രെയിൻ? അത് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അർദ്ധതാര്യ സ്ഥലമാണെങ്കിൽ ഈ പ്രോസസിന്റെ, ഈ പ്രക്രിയയുടെ പേരെന്തായിരിക്കും? ഓസ്മോസിസ്. നോ ഡൗട്ട്. അപ്പോ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അർദ്ധതാര്യ സ്ഥലമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രോസസിന്റെ പേര്, പ്രക്രിയയുടെ പേര് ഓസ്മോസിസ്. ഓസ്മോസിസ് 3 തവണ പഠിച്ചു വെച്ചോളൂ. ഓസ്മോസിസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മാച്ച് ദ ഫോളോയിങ്. എന്താ നമ്മളിവിടെ മാച്ച് ചെയ്യേണ്ടത്? അപ്പൊ മാച്ച് ചെയ്യാനുള്ള പെട്ടി ഞാൻ ഇപ്പൊ തരാം. ഇതുപോലൊരു ചോദ്യം നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മക്കളെ. 99.9% നിങ്ങൾക്ക് ഷുവർട്ടിയോട് കൂടി, ഉറപ്പോട് കൂടി പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫ്ലോ ഓഫ് മോളിക്യൂൾ, തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവവും അതുപോലെ നെയിം ഓഫ് ദ പ്രോസസ്, പ്രക്രിയയുടെ പേരും വെച്ചിട്ട് ഒരു പെട്ടി മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും അല്ലെ. ഇവിടെ എന്താണ് ബോക്സ് കൊടുത്തിരിക്കുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും ഡിഫ്യൂഷനും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചേരുന്നത് ഈ ABCDയിൽ നിന്ന് പെറുക്കിയെടുക്കുക. ABCD പെറുക്കിയെടുത്തിട്ട് ഇവരുമായിട്ട് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്ത് കഴിയുമ്പോ ഗ്യാസ് എക്സ്ചേഞ്ച് ഫ്രം ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള വാതക വിനിമയം. എന്താ? വാതകം, ഗ്യാസ് ഏതിന് മാത്രം ആപ്ലിക്കബിൾ ആണ്? ഡിഫ്യൂഷൻ ആപ്ലിക്കബിൾ ആണ്. ബി എന്താണ്? അപ്ലൈസ് ഓൺലി ടു വാട്ടർ അല്ലെ. ജലത്തിന് മാത്രം ഇതിനകത്ത് ബാധകമായിട്ടുള്ളത് ജലം വാട്ടർ. ഓസ്മോസിസ് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓസ്മോസിസ് ആണ് ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ളത്. എനർജി ഈസ് നോട്ട് റിക്വയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്, വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ആവശ്യമില്ല. ആ ഊർജ്ജം ആവശ്യമില്ല നടക്കുന്ന സാധനം എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഒരു സംശയം വരണ്ട, എനർജി വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഇനി എനർജി വേണ്ടതോ? എനർജി ഈസ് റിക്വയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻ, വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഊർജ്ജം ആവശ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്സ് ദാറ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മറക്കരുത്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് കേട്ടോ. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഈ 4 പേരിൽ നിന്നും ഒരു ചോദ്യം നാളെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എക്സാമിന് എന്തായാലും. അടുത്തൊരു ചോദ്യമാണ് മക്കളെ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഹരിതകണത്തിന്റെ ചിത്രം ബുക്കിലുണ്ടല്ലേ, അതുപോലെ ഒരു പിക്ചർ ആണ് സാർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ്. ചിത്രം വിശകലനം ചെയ്ത് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോ ചോദ്യത്തിൽ എക്സും വൈയും ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. എക്സ് എന്താണ്, വൈ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നോക്കി വെച്ചോട്ടോ. വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? മക്കളെ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സ് എന്താ? അത് ഒരെണ്ണം അല്ല, ആ മൊത്തത്തിൽ കോയിനിന്റെ കൂട്ടം, ആ ഗ്രൂപ്പിനെയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് എക്സ് എന്താന്നുള്ളത്. എന്താ? ഗ്രാന അല്ലേ, ഗ്രാനയാണ്. ഇനി വൈ നോക്കി, ബി ഭാഗത്ത് നോക്കിക്കേ. റൈറ്റ് ദ നെയിം ഓഫ് വൈ ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഫംഗ്ഷൻ. വൈ എന്താണെന്ന് തിരിച്ചറിയുക, അതിന്റെ ധർമ്മം എന്താണെന്ന് എഴുതുക. വൈ എന്താണ്? അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനത്തിന്റെ പേരെന്താണ്? സ്ട്രോമ ലാമെല്ല. അതിന്റെ ഫംഗ്ഷൻ കണക്ട്സ് അഡ്ജസന്റ് ഗ്രാന. അടുത്തടുത്തുള്ള ഗ്രാനകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന, യോജിപ്പിക്കുന്ന ആളാണ് നമ്മുടെ സ്ട്രോമ ലാമെല്ല. അപ്പൊ ഗ്രാനയും സ്ട്രോമ ലാമെല്ലയും സ്ട്രോമയും ഒക്കെ ലേബൽ ചെയ്യാനായിട്ട്, തൈലക്കോളിലൊക്കെ ലേബൽ ചെയ്യാനായിട്ട്, ഔട്ടർ മെംബ്രെയിൻ ഇന്നർ മെംബ്രെയിൻ ഒക്കെ ലേബൽ ചെയ്യാൻ പഠിക്കണം നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ. ഓക്കെ, ഹരിതകണത്തിന്റെ ചിത്രം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള വൃത്തിയോട് കൂടി തന്നെ ലേബൽ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റണം. ആൻഡ് നമ്മൾ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാണ്. യെസ്, നോക്കിക്കേ. ഗിവ് റീസൺ ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്ന ചോദ്യത്തിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, അതിന് കാരണം. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗ്രാനയിൽ വെച്ച് മാത്രം ഈ പ്രകാശഘട്ടം നടക്കുന്നത്, ലൈറ്റ് ഫേസ് നടക്കുന്നത്? അതിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കും? എങ്ങനെ കൊടുക്കണം നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ?
എന്താണ്? ഗ്രാനൈലാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡിന്റെ അകത്താണ് എന്തുള്ളത്? ക്ലോറോഫില്ല് അല്ലെ? ക്ലോറോഫില്ല് ഉള്ളത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? Pigments that absorb the sunlight are found in the grana of the chloroplast. മക്കളെ, ഹരിതകണത്തിലെ ഗ്രാനയിലാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ വർണ്ണകങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെ? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള വർണ്ണകങ്ങൾ, പിഗ്മെന്റുകൾ ഇരിക്കുന്നത് ഈ പറയുന്ന തൈലക്കോയിഡിനകത്ത് നമ്മുടെ ഗ്രാനയുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ റീസൺ ചോദിച്ചാൽ ഇത് തന്നെ എഴുതി വെക്കണം, തെറ്റിക്കരുത് കേട്ടോ. റീസൺസ് എഴുതുമ്പോൾ തെറ്റിച്ച് കളയരുത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ലിസ്റ്റ് ഔട്ട് ദ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാന്റ്സ്. നിങ്ങളുടെ ബുക്കിന് ഒരു സൈഡിലായിട്ട് മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കുറച്ച് ചെടികളുടെ പേര്. സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങൾ പട്ടികപ്പെടുത്തുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സ് ഏതൊക്കെയാ ബുക്കിൽ കിടക്കുന്നത്? ഏതാ? തേങ്ങ അല്ലെ, കോക്കനട്ട് ഉണ്ട്, നാളികേരം ഉണ്ട്, റബ്ബർ ഉണ്ട്, അതുപോലെ കോഫി പ്ലാന്റ്, കാപ്പിച്ചെടി ഉണ്ട്, ടീ പ്ലാന്റ്, തേയില ഉണ്ട്. അങ്ങനെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് കിടക്കുന്നുണ്ട്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാന്റുകളുടെ പേര് ചോദിച്ചാൽ ഇത് തന്നെ എഴുതി വെക്കണം, വേറെ ഒന്നും എഴുതരുത് കേട്ടോ. ഓക്കെ, ഇനി ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, വേറൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ. പ്ലാസ്മ മെംബ്രെയിൻ ബുക്കിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റിച്ച് കളയരുത്. വൈ പ്ലാസ്മ മെംബ്രെയിൻ ഇസ് നോൺ ആസ് എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ? ഫൈൻഡ് ഔട്ട്. കാരണം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മ സ്ഥലത്തെ ഒരു അർദ്ധതാര്യ സ്ഥലം അല്ലെങ്കിൽ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? കാരണം എന്താണ്? എല്ലാവരെയും കയറ്റി വിടത്തില്ല അല്ലെ? ആവശ്യമുള്ള ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ മാത്രം സെലക്റ്റീവ് ആയിട്ട് കടത്തി വിടുന്നത് കൊണ്ടായിരിക്കാം അല്ലെ അങ്ങനെ വിളിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. സാർ, അപ്പൊ മൂവ് ചെയ്യാലോ നമുക്ക്? ആൻസർ നോക്കിക്കോട്ടെ. Plasma membrane is called a selectively permeable membrane because it allows only certain molecules to pass in and out. അല്ലെ? പ്ലാസ്മ സ്ഥലം ചില പ്രത്യേക തന്മാത്രകളെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. അതിനാൽ ഇവ അർദ്ധതാര്യ സ്ഥലം എന്ന് അറിയപ്പെടുന്നു. സെറ്റ് അല്ലേ? അപ്പൊ പ്ലാസ്മ മെംബ്രെയിന്റെ ചോദ്യം വന്നാൽ ഇത് തന്നെ ആൻസർ ആയിട്ട് എഴുതണം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഹിയർ സെല്ലുലാർ പാത്വേ ദാറ്റ് കണക്ട്സ് എ സെൽ ടു അഡ്ജസന്റ് സെൽ. മക്കൾ, ഒരു സസ്യകോശത്തെ തൊട്ടടുത്തുള്ള കോശവുമായി ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഒരു തവണ നമ്മളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞതാണ്. പ്ലാസ്മോഡെസ്മാറ്റ ആണ്, അതിൽ ഒരു സംശയവും വേണ്ട. ദ റൈറ്റ് ആൻസർ ഇസ് പ്ലാസ്മോഡെസ്മാറ്റ. ഓക്കെ, പ്ലാസ്മോഡെസ്മാറ്റ കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് വീണ്ടും ഒരു കുഞ്ഞു ചോദ്യം, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ലൈറ്റ് ഫേസിൽ ATP ഉണ്ടാകുന്നു. പ്രകാശഘട്ടത്തിൽ ATP ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഡാർക്ക് ഫേസിൽ, ഇരുണ്ട ഘട്ടത്തിൽ എന്തുണ്ടാകുന്നു? ഇരുണ്ട ഘട്ടത്തിൽ ഡാർക്ക് ഫേസ് എന്താ ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസ് ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ? ഗ്ലൂക്കോസ് ആണ് ഉണ്ടാകുന്നത്. ആൻഡ് അടുത്ത ചോദ്യം ഇവിടെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ സെൽസ് ഇൻ ദി സോൾട്ട് വാട്ടർ ഷ്രിങ്ക് and dried grapes soaked in fresh water become swelled? എന്താണ്? ഉപ്പുവെള്ളത്തിൽ ഇടുന്ന കോശങ്ങൾ ചുരുങ്ങി പോകുന്നതിന് കാരണം, അതുപോലെ തന്നെ ശുദ്ധജലത്തിൽ ഇടുന്ന ഉണക്ക മുന്തിരികൾ വീർത്ത് വരാനുള്ള കാരണം എന്താണ്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതിന് പിന്നിലുള്ള കാരണം എന്താണ്? റീസൺ എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാലോ. ഓസ്മോസിസ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓസ്മോസിസ് ആണ്. കാരണം ചില കേസിൽ നമ്മൾ പഠിച്ചതാണ് ഓസ്മോസിസ്, ചില വെള്ളം അകത്തേക്കും കയറാം, ഓസ്മോസിസിൽ വെള്ളം പുറത്തേക്ക് ഇറങ്ങി പോവാ അല്ലെ? അപ്പോ സെല്ല് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അകത്തുനിന്നുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ഷ്രിങ്ക് ആയി പോകും. അതിന് നമ്മൾ എന്ത് വിളിക്കും? എക്സ് ഓസ്മോസിസ്, പുറത്തേക്ക് വെള്ളം ഇറങ്ങി പോയ അല്ലെ? അതുപോലെ തന്നെ എൻഡോസ്മോസിസും പറയാല്ലേ, അകത്തേക്ക്. ഉണക്കമുന്തിരി ഉണങ്ങിയിരിക്കുന്ന സാധനം വെള്ളത്തിലിടുമ്പോഴോ പുറമേ നിന്നുള്ള വാട്ടർ അകത്തേക്ക് കയറും. സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറമേ നിന്ന് വാട്ടർ അകത്തേക്ക് കയറും. അതിനെ എന്ത് വിളിക്കും? എൻഡോസ്മോസിസ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ എക്സോസ്മോസിസിനോ എൻഡോസ്മോസിസിനോ സ്പെസിഫൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഓസ്മോസിസ് തന്നെയാണെന്ന് എഴുതുക. എന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയണം, ഈ സെല്ല് ഉപ്പുവെള്ളത്തിലിട്ടതിന്റെ കൂട്ടത്തിൽ ഉപ്പുവെള്ളത്തിലിടുമ്പോൾ എന്ത് പറ്റും? പുറത്തേക്ക് വെള്ളം ഇറങ്ങി പോകുമ്പോഴാണ് അത് ചുരുങ്ങി പോകുന്നത്. ഉപ്പിൽ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കത്തില്ല, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഉണക്കമുന്തിരി ആണെങ്കിലോ അകത്ത് വെള്ളമില്ല, പുറത്ത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ സ്ഥലത്ത് നിന്ന് വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഉണക്കമുന്തിരിയുടെ അകത്തേക്ക് കയറി വരും. അതിനെ എൻഡോസ്മോസിസ് എന്ന് പറയാം. അപ്പൊ ഓസ്മോസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമേ ഇതിന്റെ ആൻസർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. സെറ്റ് അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ അനലൈസ് ദ എക്സ് ആൻഡ് വൈ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇതിൽ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റിന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്താ സംഭവം? കെമിക്കൽ മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് മോളിക്യൂൾസ് ദാറ്റ് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഓർഗാനിസം. പറയുമ്പോൾ തന്നെ പേര് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അല്ലെ? ഐഡന്റിഫൈ ദ മോളിക്യൂൾസ് എക്സ് ആൻഡ് വൈ. മക്കളെ, കെമിക്കൽ മോളിക്യൂളുകൾ നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഹോർമോൺസ് അല്ലേ? ഒരു സംശയം വേണ്ടല്ലോ. വൈ എന്താണ്? കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്നു. അതെന്താ സാധനം? എൻസൈം ആയിരിക്കുമല്ലോ. വിച്ച് ഓർഗൻ പ്രൊഡ്യൂസ് കെമിക്കൽ മോളിക്യൂൾസ് ഇൻഡിക്കേറ്റ് എക്സ്? എക്സ് ഹോർമോൺ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എക്സ് ഉണ്ടാക്കുന്നത് ഏത് ഓർഗൻസ് ആയിരിക്കും? എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലേ? അന്തസ്രാവി ഗ്രന്ഥികളായിരിക്കില്ലേ അത് ഉണ്ടാക്കുന്നത്? ആൻഡ് റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഹോർമോണുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ എൻസൈമുകൾക്കും രണ്ട് ഉദാഹരണം വെച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ് സർ. മലയാളം ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോടാം. എക്സ് വൈ എന്നിവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് എക്സ്. വൈ ആണെങ്കിലോ ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ്. എ പാർട്ട് ചോദ്യം, എക്സ് വൈ എന്നീ തന്മാത്രകൾ തിരിച്ചറിഞ്ഞെഴുതുക. ഞാൻ പറഞ്ഞു ഓൾറെഡി,
ഹോർമോണുകളും അതുപോലെ തന്നെ എൻസൈമുകളാണ് അതിന്റെ ആൻസർ വരുന്നത്. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന തന്മാത്ര, രാസ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ, അന്തസ്രാവി ഗ്രന്ഥികൾ, നോ ഡൗട്ട്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഇവിടെ ആൻസർ കണ്ടല്ലോ. എക്സാമ്പിൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോണുകൾക്ക് എക്സാമ്പിൾ ടെസ്റ്റോസ്റ്റിറോണും പ്രൊജസ്റ്ററോണും ആണെങ്കിൽ, വൈ എന്ന് പറയുന്ന എൻസൈമുകൾക്ക് എക്സാമ്പിൾ വരുന്നത് സലൈവറി അമിലേസ് പ്രസന്റ് ഇൻ സലൈവ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലേസും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ, നമ്മുടെ ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന പെപ്സിൻ എന്ന് പറയുന്നത്. രണ്ട് എക്സാമ്പിളും പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ എൻസൈമുകളുടെ രണ്ട് എക്സാമ്പിളും ഹോർമോണുകളുടെ രണ്ട് എക്സാമ്പിളും വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിട്ടേ നിങ്ങൾ എന്തിനു ചെയ്യാൻ പോകാൻ പാടുള്ളൂ, എക്സാം എഴുതാൻ പോകാനായിട്ട് പാടുള്ളൂ. സെറ്റ് ആണല്ലോ. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ദേ വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഓസ്മോസിസ്? മക്കളെ, എന്താണ് ഓസ്മോസിസ്? ഒരു സെന്റൻസ്, ബുക്കിൽ കിടക്കുന്ന ഒരേ ഒരു സെന്റൻസ് വ്യക്തമായിട്ട് എഴുതിയാൽ അവിടെ കിട്ടുന്നു നിങ്ങൾക്ക് 1 മാർക്ക് കേട്ടോ. 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ സോ നമുക്കത് നോക്കാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് അർദ്ധധാര്യ സ്ഥലം വഴി ഒഴുകുന്നു അല്ലെങ്കിൽ പോകുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോ, മറക്കണ്ട. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കടക്കാനായിട്ട് പോകുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ് ഇൻ ഫോട്ടോസിന്തസിസ്. മക്കളെ, പ്രകാശ സംശ്ലേഷണത്തിൽ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. രണ്ടിന്റെയും വ്യത്യാസങ്ങൾ, ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്കിൽ 2 ഡിഫറൻസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഇവിടെയും സാറ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫേസ് പ്രകാശഘട്ടം ടേക്സ് പ്ലേസ് ഇൻ ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. ഇരുണ്ട ഘട്ടം ഡാർക്ക് ഫേസ് ഓഫ് സ്ട്രോമയിൽ നടക്കുന്നു, ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രകാശഘട്ടം അല്ലെ, ലൈറ്റ് ഫേസിനകത്ത് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, പ്രകാശം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാർക്ക് ഫേസിൽ ഇരുണ്ട ഘട്ടത്തിലോ ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്, പ്രകാശം ഉപയോഗിക്കുന്നില്ല. ലൈറ്റ് ഫേസിൽ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഡാർക്ക് ഫേസിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഈസ് ഫോംഡ്. അതുപോലെ ലൈറ്റ് ഫേസിൽ ഫോർമേഷൻ ഓഫ് ATP എന്ന് പറയുന്ന തന്മാത്രകൾ ഉണ്ടാകുന്നുണ്ട്. റിലീസ് ഓഫ് ഓക്സിജൻ, ഓക്സിജനെ പുറന്തള്ളുന്നുണ്ട്. അപ്പൊ സെറ്റ് അല്ലേ? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഇത് എന്താണ്? ഇത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% നിങ്ങൾക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ആൻഡ് മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എന്താ ഇവിടെ ചോദ്യം കാണുന്നത്? മെൻഷൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് ഇൻ ഫോട്ടോസിന്തസിസ്. എന്താണ്? യെസ്, പ്രകാശ സംശ്ലേഷണത്തിൽ തന്നിരിക്കുന്ന പ്രക്രിയകളുടെ പ്രാധാന്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. വാട്ടർ റീച്ചസ് ദി ഗ്രാന, ജലം ഗ്രാനയിൽ എത്തുന്നു. അതുപോലെ ഹൈഡ്രജൻ റീച്ചസ് ദി സ്ട്രോമ, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു. എപ്പോൾ, എന്തിന്, എങ്ങനെ, അതാണ് റീസൺ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് നോക്കാം. വാട്ടർ റീച്ചസ് ദി ഗ്രാനയും ഹൈഡ്രജൻ റീച്ചസ് ദി സ്ട്രോമയും എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ്, എന്ത് സംഭവിക്കുമ്പോഴാണ്? നോക്കിക്കേ, ഹൈഡ്രജൻ യെസ് H2O split into hydrogen and oxygen. മക്കളെ, വാട്ടർ ജലം വിഘടിച്ച് ഗ്രാനയിൽ വെച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു. കത്തിയല്ലോ എന്താ സംഭവം എന്നുള്ളത്? എക്സ്പെൽസ് ദ ഓക്സിജൻ, ഓക്സിജനെ പുറന്തള്ളുന്നു, പുറത്തേക്ക് വിടുന്നു, റിലീസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കേസിലോ H2 കമ്പൈൻസ്, ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിംഗ് ഗ്ലൂക്കോസ് അല്ലേ. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. മറന്നു പോകരുത്, 2 കേസ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് ഫേസിനെയും ഡാർക്ക് ഫേസിനെയും ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. ഒരു പല രീതിയിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. ആൻഡ് അടുത്തൊരു ഫ്ലോ ചാർട്ട് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ ആണല്ലോ, കാണുമ്പോൾ അറിയാലോ. തന്നിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബ്ലി. മെറ്റാബോളിസത്തെ 2 തിരിക്കുന്നു. ആനബോളിസം കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടത്തെ താഴത്ത് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീന്റെ വിഘടനമാണ്. അപ്പുറം നമ്മൾ ഫില്ല് ചെയ്യണം, ഇപ്പുറം ഫില്ല് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം, അതൊക്കെ ഫില്ല് ചെയ്യണം അല്ലെ. അപ്പോ ആനബോളിസം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ കാറ്റബോളിസം ആയിരിക്കും. കാറ്റബോളിസത്തിൽ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അപ്പുറത്ത് A എന്ന് കാണിച്ചിരിക്കുന്നത് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം ആയിരിക്കും. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ കഴിഞ്ഞിട്ട് ഇവിടെ D എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ഉണ്ടാവുന്നതായിരിക്കും അല്ലെ. ആൻഡ് അപ്പുറത്ത് C എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന് ആനബോളിസത്തിൽ എന്തുണ്ടാകും? ഗ്ലൂക്കോസ്, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ജലവും കൂടി ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ഫോമിംഗ് ഉണ്ടാവുക, സിന്തസൈസ് ചെയ്യുക, ആനബോളിസം. ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ഉണ്ടാവുക, അത് ബ്രേക്ക് ഡൗൺ ആകുന്നത് കാറ്റബോളിസം. മറന്നു പോകരുത്, പഠിച്ചു വെക്കണം. ആൻഡ് അടുത്തൊരു ചോദ്യം പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഉറപ്പാണ് ഇതുപോലൊരു ഫോട്ടോ നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഐഡന്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ പ്രൊവൈഡഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം ശരിക്കും ഒന്ന് വിശകലനം ചെയ്തേ, നോക്കിക്കോ, വേഗമായിക്കോട്ടെ. കണ്ടോ? നോക്കിയില്ലേ? സെറ്റ് അല്ലേ? ചാനൽ പ്രോട്ടീൻ ഉണ്ട്, കാരിയർ പ്രോട്ടീൻ, വാഹക പ്രോട്ടീൻ ഉണ്ട്. പിക്ചറൊക്കെ ഓക്കെ ആണല്ലോ, മനസ്സിൽ വെച്ചല്ലോ, സെറ്റ് ആണല്ലോ. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് ഇതേ കിടക്കുന്നു. ഐഡന്റിഫൈ ദ പ്രോസസ് ഡെപിക്റ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് എഴുതുക. വിച്ച് മോളിക്യൂൾ ട്രാൻസ്പോർട്ട് ദ ഗ്ലൂക്കോസ് ഇൻ ടു സൈറ്റോപ്ലാസം. ഏത് തന്മാത്രകളാണ് ഗ്ലൂക്കോസിനെ കോശദ്രവ്യത്തിലേക്ക്, സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കുന്നത്? ഹൗ ഡു അയോൺസ് എൻ്റർ ദി സൈറ്റോപ്ലാസം. കോശദ്രവ്യത്തിനുള്ളിൽ അയോണുകൾ എങ്ങനെയാണ് എത്തുന്നത്? 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത്. നോക്കാം നമുക്ക് പ്രോസസ് ഏതാണ്
ഏതാണ് വാഹക പ്രോട്ടീൻ കണ്ടു, കാരിയർ പ്രോട്ടീൻ അല്ലെ, കാരിയർ പ്രോട്ടീൻ കണ്ടു, ചാനൽ പ്രോട്ടീൻ കണ്ടു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലേ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അവിടെ കാണിച്ചിരുന്ന കാരിയർ പ്രോട്ടീൻ വഴിയാണ് അകത്തേക്ക് തന്മാത്രകൾ മോളിക്യൂൾസ് എത്തുന്നത്. വിത്തൗട്ട് യൂസിങ് എനർജി ഉപയോഗിക്കുന്നില്ല. ത്രൂ ചാനൽ പ്രോട്ടീൻസ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ, എനർജി ഉപയോഗിക്കാതെ പ്ലാസ്മ സ്ഥലത്തിലെ ചാനൽ പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവര് അകത്തേക്ക് എത്തുന്നതും പുറത്തേക്ക് പോകുന്നതും. സെറ്റ് ആണല്ലോ, മറക്കരുത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്. വിത്ത് പിക്ചർ ആണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ what measures can be taken to prevent ocean pollution? ഒരു ചെറിയ ചോദ്യമാണ്, അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കയ്യിൽ നിന്നിട്ടാണെങ്കിൽ എഴുതാനായിട്ട് പറ്റണം മക്കളെ. സമുദ്ര ജലമലിനീകരണം തടയാനായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന നടപടികൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ജനറൽ ചോദ്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ആൻസർ എഴുതാം. പക്ഷേ സാർ ഒരു കുറച്ച് പോയിന്റുകൾ പറഞ്ഞുതരാം മലയാളത്തിൽ. ആ പോയിന്റ് വെച്ചിട്ട് അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ആൻസർ എഴുതിയാൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ നോക്കിക്കേ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, കടലിനുള്ളിലെ ഖനനം, അതുപോലെ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത്. വേറൊന്നുമല്ല കേട്ടോ, ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറൊക്കെ സ്ഥാപിച്ച പണിയായിരിക്കും. അതുപോലെ എണ്ണ മലിനീകരണം, കടലിൽ വന്നിട്ട് എണ്ണയൊക്കെ കലക്കുന്ന പരിപാടിയില്ലേ, അതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഷ്യൻ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാം അല്ലെ. സമുദ്രത്തിലുള്ള ആ ഒരു മലിനീകരണം നമുക്ക് പ്രിവെന്റ് ചെയ്ത് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. സെറ്റ് അല്ലേ? ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ചെറുതല്ല, കുറച്ച് വലുതാണ്, ശ്രദ്ധിക്കണം. The substances from the external environment enter the cells through various ways. Mention one way for each of the following. മക്കളെ, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ വിവിധ രീതികളിൽ കോശത്തിനുള്ളിൽ എത്തുന്നു. തന്നിരിക്കുന്ന ഓരോന്നിലും അതിനുതകുന്ന അല്ലെങ്കിൽ ചേരുന്ന ഏതെങ്കിലും ഒരു വഴി സൂചിപ്പിക്കുക അല്ലെ. ഇൻ യൂണിസെല്ലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികളില്, അതുപോലെ അനിമൽ സെൽസില്, ജന്തുകോശങ്ങളില്, പ്ലാന്റ് സെൽസില്, സസ്യകോശങ്ങളില്, ഇതിനകത്തൊക്കെ എങ്ങനെയാണ് പാർട്ടിക്കിൾസ്, പദാർത്ഥങ്ങളുടെ സംവഹനം അവിടെ നിന്ന് അകത്തുനിന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക്, ബാഹ്യ പരിസരത്ത് നിന്നും അകത്തേക്ക് കയറുന്നത് നമുക്ക് നോക്കാലോ. യൂണിസെല്ലാറിൽ എങ്ങനെയാണ്, അനിമൽസിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണ്? അതെ, ആൻസർ ഹിയർ പഠിച്ചു വെച്ചോ, കാണാതെ പഠിച്ചു വെച്ചോടാ. സെൽ മെംബ്രെയിൻ, കോശസ്തരത്തിലൂടെയാണ് യൂണിസെല്ലാർ ഓർഗാനിസംസിൽ, ഏകകോശ ജീവികളിൽ ഇത് സംഭവിക്കുന്നത്. From the fluid in between the cells to cytoplasm through the cell membrane. മക്കളെ, കോശങ്ങൾക്കിടയിലെ ദ്രവത്തിൽ നിന്ന് കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് കയറുന്നു. അനിമൽ സെൽസിൽ, ജന്തുകോശങ്ങളിൽ, സസ്യകോശങ്ങളിലാണെങ്കിലോ സെൽവാളിലൂടെ, കോശഭിത്തിയിലൂടെ, through the space between the cells through plasmodesmata. അതുപോലെ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെയും പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെയും ഇത് അകത്തേക്ക് എൻട്രി ചെയ്യാം, അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും. ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ബാഹ്യ പരിസരത്ത് നിന്നും ഇതുകൾക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും. വീണ്ടും മക്കളെ നോക്കാതെ നമുക്കൊരു ചോദ്യം വരുന്നത്, ഒരു ഫോട്ടോ, ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സാമിൻ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കുക, ATP കണ്ടോ, ADP പ്ലസ് PI ആകുന്നു. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് പോകുന്നു അല്ലെ. കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് പോകുമല്ല, എനർജി ഉപയോഗിച്ചുകൊണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവരാണ് അല്ലെ, പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഫോഴ്സ് ചെയ്ത് പുഷ് ചെയ്ത് തള്ളി അങ്ങ് വിടുവാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ എന്താണ് ചോദ്യങ്ങൾ? വാട്ട് ഈസ് ATP? എന്താണ് ATP? വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്? ഈ പ്രക്രിയയിൽ ATP ഉപയോഗിക്കുന്ന എന്തിന്? ATP യുടെ ഉപയോഗം എന്താണ്? ആൻഡ് ഐഡന്റിഫൈ ദ പ്രോസസ്, പ്രക്രിയ തിരിച്ചറിയുക. വിച്ച് മോളിക്യൂൾ ഈസ് ഷോൺ ഹിയർ ടു ട്രാൻസ്പോർട്ട് സോൾട്ട് ഇൻ ടു ദി സൈറ്റോപ്ലാസം? പ്രക്രിയ തിരിച്ചറിഞ്ഞ് എഴുതിയതിനു ശേഷം കോശദ്രവ്യത്തിനുള്ളിൽ ലവണങ്ങൾ കൊണ്ടുപോകാനുള്ള ഏത് തന്മാത്രകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? നോക്കാം. ATP എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഫുൾ ഫോം എഴുതിയില്ലെങ്കിലും സാർ പറയുന്ന സെന്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അടുത്ത ദിവസത്തെ എക്സാമിൽ എഴുതണം. ഓക്കെ സർ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഇറ്റ് ഇസ് ദ എനർജി മോളിക്യൂൾ ഇൻ ദ സെൽ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നത് ചുരുക്കം, അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോശത്തിലെ ഊർജ്ജദായക തന്മാത്രയാണ് കേട്ടോ. എനർജി പ്രൊവൈഡ് ചെയ്യുന്ന എനർജി മോളിക്യൂൾസ്, ഊർജ്ജ തന്മാത്രകൾ, ഊർജ്ജം കൊടുക്കുന്ന, എനർജി കൊടുക്കുന്ന തന്മാത്രകൾ, മോളിക്യൂൾസിനെയാണ് നമ്മൾ ATP എന്ന് വിളിക്കുന്നത്. ATP, ADP പ്ലസ് PI പ്രൊവൈഡ് എനർജി ഫോർ ദ പ്രോസസ്. ഈ ATP തന്മാത്ര ADP ആയിട്ട് മാറി PI, എനർജി, അതായത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് എന്നൊക്കെ പറയും. അതുണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സിന്, ഈ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം, എനർജി കൊടുക്കുകയാണ്, എനർജി നൽകുകയാണ്. ഇനി പ്രോസസ്സിന്റെ പേര് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ ചാനൽ മോളിക്യൂൾസ് വഴി നടക്കുന്നു അല്ലെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ചാനൽ തന്മാത്രകൾ വഴിയാണ് നടക്കുന്നത്. എനർജി ഉപയോഗിച്ചുകൊണ്ട് പുഷ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി, ഊർജ്ജത്തിന്റെ സഹായത്തോടു കൂടി ATP എന്ന് പറയുന്ന എനർജി മോളിക്യൂൾ, ഊർജ്ജ തന്മാത്ര ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ് നടക്കുന്നു. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ്. മക്കളെ, അടിവരയിട്ട ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അനിമൽസ് കനോട്ട് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്, സോ ദേ ആർ കോൾഡ് ഹെർബിവോർസ്. പൊട്ട തെറ്റല്ലേ? ജന്തുക്കൾക്ക് സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ അവ നമ്മൾ എന്ത് വിളിക്കും? സസ്യബുക്കുകൾ എന്ന് വിളിക്കോ? വിളിക്കത്തില്ല, അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ സസ്യബുക്കുകളാകും? ഇനി സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് സെൽസ് ആർ കോൾഡ് ഡാഷ്, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് അല്ലേ. തെറ്റാണ്. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന കോശദ്രവ്യ പാതകളുടെ പേര് കോശങ്ങൾ
കോശങ്ങൾക്കിടയിലെ സ്ഥലമൊന്നല്ല. നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ പഠിച്ചു വെച്ചിരുന്നില്ലേ? ഇനി ഇത് നോക്കിക്കേ, പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെമി പെർമിയബിൾ. തെറ്റല്ലേ? തെറ്റാണോ? തെറ്റാണ്. സെമി പെർമിയബിൾ അല്ല, സെലക്ടീവ്ലി പെർമിയബിൾ ആണ് കേട്ടോ. വരണധാര്യ സ്ഥലം എന്ന് പറയും. അപ്പൊ ഹെറ്ററോട്രോപ്സിന്റെ കാര്യം, പ്ലാസ്മോഡെസ്മാറ്റയുടെ കാര്യം, നമ്മുടെ സെലക്ടീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള വരണധാര്യ സ്ഥലത്തിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡാർക്ക് റിയാക്ഷനും ലൈറ്റ് റിയാക്ഷനും, പ്രകാശഘട്ടവും അതുപോലെ ഇരുണ്ട ഘട്ടവും നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫോട്ടോസിന്തസിന്റെ. അപ്പോ ഒരു സൈഡ് ഫില്ലാണ്, നമ്മുടെ ലൈറ്റ് ഫേസ് മൊത്തം ഫില്ലാണ്. നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഡാർക്ക് ഫേസ് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിന്റെ ആൻസർ നിങ്ങൾ നോക്കിക്കോളാം. ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം നടക്കുന്നത് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് അല്ലെ, ഗ്ലൂക്കോസ് അവിടെ ഉണ്ടാകുന്നു. സെറ്റ് ആണല്ലോ? സെറ്റ് അല്ലേ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അത് രണ്ടിന്റെ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. റൈസിൻ സോക്ഡ് ഇൻ ഫ്രഷ് വാട്ടർ സ്വെൽസ് അപ്പ്. എന്താ റൈസിൻസ് എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധജലത്തിൽ ഇട്ട് വെക്കുന്ന ഉണക്കമുന്തിരി വീർക്കുന്നു അല്ലെ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ബിഹൈൻഡ് ദിസ്. ഇതിന് പിന്നിലെ കാരണം എന്താ നമുക്കറിയാം. കാരണത്തിന്റെ പേര് മാത്രമല്ല, എക്സ്പ്ലെയിൻ ദ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ പ്രക്രിയ എന്താണെന്ന് വിശദമാക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓസ്മോസിസ് ഇസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദി റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ ദ റൈസിൻ സോക്ഡ് ഇൻ ഫ്രഷ് വാട്ടർ സെൽസ് അപ്പ് ബിക്കോസ് വാട്ടർ enters the cell. കണ്ടല്ലോ മക്കളെ, പുറമേ നിന്നും ജലതന്മാത്രകൾ അകത്തേക്ക് കയറുന്നത് കൊണ്ടാണ് ശുദ്ധജലത്തിൽ ഉണക്കമുന്തിരി വീർക്കുന്നത്. ഓക്കെ, ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡൗട്ട് ഒന്നും അതിൽ പാടില്ല. ഓസ്മോസിസ് പഠിച്ചു വെച്ചോ, ഒരു മാർക്കിന്റെ ചോദ്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ നമ്മൾ അടുത്ത ചോദ്യം നോക്കുവാണ് മക്കളെ. ദോ photosynthesis ultimately anabolism and it also involves catabolism. Analyze the statement and state whether it is true or false. അല്ലേ? പ്രകാശ സംശ്ലേഷണം അത്യന്തികമായിട്ട് ആനബോളിസം ആണെന്ന് പറയുന്നു. ആണെങ്കിലും അതിനകത്ത് കാറ്റബോളിസം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അല്ലെ. ബ്രേക്ക് ഡൗണും കൂടിച്ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നതും വാട്ടർ സ്പ്ലിറ്റ് ആവുന്ന ഓർത്തിരുന്നാൽ മതി. ഈ പ്രസ്താവന വിശകലനം ചെയ്യാമോ, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ബ്രേക്ക് ഡൗൺ ആവുന്ന കാര്യം, ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്ന ഉണ്ടാകുന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് അവിടെ വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് തന്നെ മക്കൾ ആൻസർ ആയിട്ട് പറയണം കേട്ടോ. അപ്പൊ ആൻസർ ഗോണ ബി ലൈക്ക് ദിസ്. ഇതാ നോക്കിക്കേ. ഇൻ ദ ഡാർക്ക് ഫേസ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഗ്ലൂക്കോസ് which is an example of anabolism. And but in light phase the water molecules split up into hydrogen and oxygen which is an example of anabolism. Therefore the statement is true. Correct അല്ലേ? ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്. അത് അനബോളിസത്തിന് എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. അതുപോലെ തന്നെ പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. അത് കാറ്റബോളിസത്തിന് എക്സാമ്പിൾ ആണ്, ഉദാഹരണമാണ്. അതുകൊണ്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന പ്രസ്താവന 100% ശരിയാണ്. ഒരു തെറ്റുമില്ല അതിനകത്ത്. കൺഫേം ചെയ്യാം. ഇറ്റ്സ് പക്കാ പെർഫെക്റ്റ്. ഓക്കെ, there is all. മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ലൈറ്റ് ഫേസ് ഗ്രാനയിൽ നടക്കുന്നു, ഡാർക്ക് ഫേസ് എവിടെ നടക്കുന്നു? എന്താണത്? സ്ട്രോമ. നോ ഡൗട്ട്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്ട്രോമയാണ്. സ്ട്രോമയിൽ വെച്ചിട്ടാണ് ആ പ്രോസസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ സർ, മൂവ് ചെയ്തോളൂ. നെക്സ്റ്റ് ചാപ്റ്റർ മക്കളെ, സെക്കൻഡ് ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്റർ എടുക്കുന്നത് നമ്മുടെ ജിഷ്ണ മിസ് ആയിരിക്കും. അപ്പൊ ജിഷ്ണ മിസ് ഉടനെ തന്നെ ഈ ചാപ്റ്റർ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാകും. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാന ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ്. സോ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ജിഷ്ണ മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാകും. ഓക്കെ, ഹായ് മക്കളെ. യെസ്, അപ്പോൾ നമ്മുടെ അഖിൽ സാർ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാനായിട്ട് റെഡിയായി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരാണ് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ദഹനവും പോഷക സംവഹനവും. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ദ ഹെപ്പാറ്റിക് വെയിൻ ക്യാരീസ് ബ്ലഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻ ഫ്രം ദ ലിവർ ടു ദ ഹാർട്ട്. ആൻഡ് സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് nutrients from the small lymph vessel reach the heart through the lacteal. തേർഡ് കൊടുത്തിരിക്കുന്നത് nutritions from the blood capillaries of the villi reach of the liver through the large lymph vessel. ഇനി ഫോർത്ത് ലാസ്റ്റ് ആയി കൊടുത്തിരിക്കുന്ന blood contain nutrients from the liver reach the heart through the portal vein. അതായത് നമ്മുടെ പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ എങ്ങനെയാണ് ഹാർട്ടിലേക്ക് എത്തുന്നതിനുള്ള പോയിന്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ്. അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് നോക്കാം. ഹെപ്പാറ്റിക് സിര പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന രക്തത്തെ കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ചെറിയ ലിംഫ് കുഴലുകളിൽ നിന്ന് പോഷകങ്ങൾ ലാക്ടിയൽ വഴി
ഹൃദയത്തിലെത്തുന്നു. വില്ലസിലെ രക്തലോമികളിൽ നിന്നുള്ള പോഷകങ്ങൾ വലിയ ലിംഫ് കുഴലുകളിലൂടെ കരളിലെത്തുന്നു. കരളിൽ നിന്നുള്ള പോഷകങ്ങൾ അടങ്ങിയ രക്തം പോർട്ടൽ സിര വഴി ഹൃദയത്തിലെത്തുന്നു. ഇതിനകത്ത് ഏത് പോയിന്റ് ആണ് ശരി, അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ശരി എന്നാണ് ഞാൻ പറയുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ്. യെസ്, ദ ഹെപ്പാറ്റിക് വെയിൻ ക്യാരീസ് ബ്ലഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ് ഫ്രം ദ ലിവർ ടു ദ ഹാർട്ട്. ഹെപ്പാറ്റിക് സിര പോഷകങ്ങൾ അടങ്ങിയ രക്തത്തെ കരളിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പോയിന്റ് മാത്രമേ അതിൽ ശരിയായിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കുള്ളൂ എന്ത് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കുക. ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ഇൻ ദ ബോക്സ് ആൻഡ് ഐഡന്റിഫൈ ദ ഹാർട്ട് ചേമ്പേഴ്സ് മെൻഷൻ. അതായത് താഴത്തെ ഒരു ബോക്സിൽ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് വായിച്ചിട്ട് ആ ഹൃദയത്തിലെ ഏത് ചേംബർ ആണ്, അല്ലെങ്കിൽ ഹൃദയത്തിലെ ഏത് അറയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് കണ്ടുപിടിച്ചാലോ? ഓക്കെ, അപ്പൊ ഹിൻസ് ഇതാണ്. റിസീവ് ദ ബ്ലഡ് ത്രൂ ബൈക്കസ്പീഡ് വാൽവ്. അതായത് നമ്മുടെ ബൈക്കസ്പീഡ് വാൽവ് വഴി രക്തം സ്വീകരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ബ്ലഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി ത്രൂ അയോട്ട. അതായത് അയോട്ടയിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം കൊണ്ടുപോകുന്നു. അത് ഏത് അറയാണെന്നാണ്. ഏതാണ് അറ? യെസ്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ടു ദ വാല്യൂ 120 and 80? അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദത്തിലെ 120, 80 എന്നീ മൂല്യങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? യെസ്, അതായത് 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറിനെയും അതുപോലെ 80 എന്ന് പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് പ്രഷറിനെയാണ് കാണിച്ചിരിക്കുക. അപ്പോൾ ആൻസർ വന്നിട്ടുണ്ട്. 120 എന്താണ്? സിസ്റ്റോളിക് പ്രഷറും 80 ഡയസ്റ്റോളിക് പ്രഷറാണ്. സാധാരണയായിട്ട് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നിങ്ങളപ്പോൾ ചെറിയൊരു പോയിന്റ് ആണെന്ന് വെച്ചത് പഠിക്കാതിരിക്കരുത്. ചോദിക്കും, ഒബ്ജക്റ്റീവ് ലെവലായാലും അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്, അല്ലെ ഏതാണ് ആ ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭക്ഷണം പേസ്റ്റ് രൂപത്തിലായിട്ട് ആ ഒരു ഫോം നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ ഒപ്പം എൻസൈൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്ന ആ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ പേരാണ് സെഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ സെഗ്മെൻറ്റേഷനും സാധാരണയായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിക്കൊണ്ട് പോവുക. ചിലപ്പോൾ ഫിഗർ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി കൊടുത്തിരിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ, അതായത് എങ്ങനെയാണ് ആ ഭക്ഷണം വിഴുങ്ങുന്നതെന്നുള്ള ഓർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡർ ഒന്നുമല്ല അവർ കൊടുത്തിരിക്കുന്നത്, തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് അവർ കൊടുത്തിരിക്കുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോസ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഒവ്യൂളെ ക്ലോസസ് നാസൽ ക്യാവിറ്റി. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ട്രക്കിയ റൈസപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടിസ്. നാലാമത് കൊടുത്തിരിക്കുന്നത് ടങ് ഈസ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ്. അതായത് ടങ് എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി അമർത്തി ഉരുളകളാക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം നമുക്ക് നോക്കാം. നാവിന്റെ പിൻഭാഗം ഭക്ഷണത്തെ എപ്പിഗ്ലോട്ടിസ് മുകളിലൂടെ നീക്കുന്നു. ചെറുനാക്ക് നാസികാദ്വാരത്തെ അടയ്ക്കുന്നു. ശ്വാസനാള മുകളിലേക്ക് ഉയരുകയും എപ്പിഗ്ലോട്ടിസിനെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു. നാവ് ഭക്ഷണത്തെ അമർത്തി ഉരുളകാക്കുന്നു. ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന ഓർഡർ. പക്ഷെ ഇത് തെറ്റാണ്. ഇത് കറക്റ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് കറക്റ്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ടങ് കംപ്രസ് ദ ഫുഡ് ഇൻ ടു ബോൾസ്. അതായത് നാവ് ഭക്ഷണത്തെ അമർത്തി ഉരുളകളാക്കുന്നു. അതാണ് മക്കളെ ആദ്യത്തെ പോയിന്റ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നാവ് അമർത്തി ഉരുളകളാക്കി അല്ലെങ്കിൽ ബോൾസ് ആക്കി മാറ്റുന്നു. രണ്ടാമത് ഉവ്യൂൾ ക്ലോസസ് നാസൽ ക്യാവിറ്റി. ചെറുനാക്ക് നമ്മുടെ നാസികാധാരത്തെ അടയ്ക്കുന്നു. മൂന്നാമത് പറയുന്നത് ട്രക്കിയ റൈസപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. അതായത് ശ്വാസനാളം മുകളിലേക്ക് ഉയരുകയും എപ്പിഗ്ലോട്ടിസിനെ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുന്നു. ഇനി നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്ന പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് അലോസ് ടു മൂവ് ഓവർ ദ എപ്പിഗ്ലോട്ടിസ്. നാവിന്റെ പിൻഭാഗം ഭക്ഷണത്തെ എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലൂടെ നീക്കുന്നു. സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വിഴുങ്ങുന്ന ആ പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ടായിട്ട് എഴുതാനായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ ഓർഡർ തെറ്റി തരും, കറക്റ്റ് ഓർഡർ ആക്കാനും പറയും. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് എന്തായാലും പഠിക്കുക. ഇത് നോക്കാതെ ആരും എക്സാമിന് പോകാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സ് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഫിഗർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സ്റ്റൊമക്കിൽ നടക്കുന്നതും അതുപോലെ തന്നെ മൗത്തിൽ നടക്കുന്നതും സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതും ലാർജ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നതും ലിവറിൽ നടക്കുന്നതും പാൻക്രിയാസിൽ നടക്കുന്നതുമായിട്ടുള്ള ഒരു ബോക്സ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം.
കാര്യം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ബോക്സിൽ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻസ് കൺവേർട്ടഡ് പ്രോട്ടീൻ ഇൻടു അമിനോ ആസിഡ്. അതുപോലെ അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത് ട്രിപ്സിൻ ഈസ് പാർഷ്യലി ഡൈജസ്റ്റ് ഇൻടു ദ പ്രോട്ടീൻ. ഇനി അടുത്ത പോയിന്റ് പ്രൊഡ്യൂസ് ബൈൽ. അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് റെഗുലേറ്റ് pH. ഓക്കെ, പ്രോട്ടീൻസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. അപ്പോൾ അവർ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സ് വരുന്നു, കണ്ടോളൂ. ഈ ബോക്സിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഓരോന്നിൻ്റെ പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ എന്താണ് നടക്കുന്നതെന്നാണ്. സ്റ്റൊമക്കിൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. അതാണ് എടുത്തെഴുതേണ്ടത്. ഇനി ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് ബൈൽ. ബൈൽ എന്താണ്? അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഗ്ലാൻഡ് ഏതാണ്? യെസ്, ലിവർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ കരളാണ്. ഇനി പാൻക്രിയാസിന്റെ താഴെ സി, അതായത് പാൻക്രിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രിപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഡി എന്ന് പറയുന്നത്, ഡീൻ്റെ അവിടെ വരുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ആൻസർ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എ എന്താണ്? HCl മെയിൻറ്റെയിൻ pH, അതായത് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് pH നിയന്ത്രിക്കുന്നു. ബി ആയിട്ട് വരുന്നത് ലിവർ ആണ്. സി ആയിട്ട് വരുന്നത് ട്രിപ്സിൻ ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡൈജസ്റ്റ് പ്രോട്ടീൻ പാർഷ്യലി, അതായത് ട്രിപ്സിൻ എന്ന് പറയുന്ന ആ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നുണ്ട്. ഇനി താഴത്തെ ഡി ആയിട്ട് വരുന്നത് എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ആ ഹിന്റ് തന്നിട്ട് ആ ഭാഗം ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു പ്രത്യേക ദഹനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സൂചനയിൽ നിന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സൂചന ഇതാണ്: അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസ് റീച്ച് ഹിയർ. അതായത് ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. ഏതാണ് ആ ഗ്ലാൻഡ്? ഏതായിരിക്കും ആ ഗ്ലാൻഡ്? അതായത് എല്ലാം ദഹിച്ചതിന് ശേഷം വേസ്റ്റ് ആയിട്ടുള്ള ദഹിക്കാത്ത ഭക്ഷണങ്ങൾ എവിടെയാണ് വരുന്നത്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിൻ്റെ മറ്റേതെങ്കിലും 2 ധർമ്മങ്ങൾ കൂടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസറിലേക്ക് നമുക്ക് പോകാം. ആൻസർ ഇതാണ്: ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അതായത് നമ്മളുടെ ഡൈജഷൻ നടന്നതിന് ശേഷം ദഹിക്കാത്ത ഭക്ഷണങ്ങൾ എത്തുന്നത് എവിടെയാണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ മറ്റ് 2 ധർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അബ്സോർബ് റിമൈനിങ് വാട്ടർ ആൻഡ് സോൾട്ട്, അതായത് അതിനകത്ത് ബാക്കി വരുന്ന വാട്ടറിനെയും ലവണത്തിനെയും ആഗിരണം ചെയ്യുന്നു. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് വിറ്റാമിൻ K ആൻഡ് B കോംപ്ലക്സ്, അതായത് B കോംപ്ലക്സിനെയും വിറ്റാമിനെയും നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബ്രിങ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ഇൻ ടു ഏനസ്, അതായത് ദഹന അവശിഷ്ടത്തെ നമ്മൾ മലാശയത്തിലേക്ക് എത്തിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ കഴിച്ച ഭക്ഷണത്തിലെ വേസ്റ്റ് പ്രൊഡക്റ്റിനെ, അതായത് വേസ്റ്റ് അല്ല, ദഹിക്കാത്ത ഭക്ഷണത്തിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലുള്ള റിമൈനിങ് ആയിരിക്കുന്ന വാട്ടറിനെയും സോൾട്ടിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിറ്റാമിൻ കെയിനെയും ബി കോംപ്ലക്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഡിസ്ക്രൈബ് ദ ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന ഓരോ പ്രസ്താവനകളെയും പ്രവർത്തനം വിവരിക്കുക. അതായത് താഴെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എന്താണെന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എൻഗൾഫിംഗ് ഫുഡ് ഇൻ അമീബ. രണ്ടാമത് പറഞ്ഞത് ഇൻട്രസെല്ലുലാർ ഡൈജഷൻ ഇൻ ഹൈഡ്ര. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ ഹ്യൂമൻ മൗത്ത്, അതായത് അമീബയിലെ ഭക്ഷണം വിഴുങ്ങുന്ന ആ ഒരു പ്രോസസ്സ്. അതുപോലെ ഹൈഡ്രയിലെ ഇൻട്രാസെല്ലുലാർ ദഹനം. ഇനി മൂന്നാമത് മനുഷ്യന്റെ വായിൽ വെച്ച് ഭക്ഷണത്തിന്റെ രാസിക ദഹനം. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. നമ്മുടെ അമീബയില ഫുഡ് വിഴുങ്ങുന്നത് എന്താണ്? യെസ്, സ്യൂഡോപോഡിയെ വെച്ചിട്ടാണ്. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. എൻഗൾഫ് ഫുഡ് ഇൻസൈഡ് ദ സെൽ യൂസിങ് സ്യൂഡോപോഡി, അതായത് കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ആഹാരത്തെ കോശത്തിനുള്ളിലേക്ക് ആരെത്തിക്കുന്നത്? നമ്മുടെ അമീബ എത്തിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എൻസൈം ഇൻ ദ ഫുഡ് വാക്യൂൾ ഡൈജസ്റ്റ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് കംപ്ലീറ്റ്ലി. കോശത്തിനുള്ളിലേക്ക് എത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുന്നതാണ് ഹൈഡ്രയിലെ ഭക്ഷണം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ ദഹനത്തിൽ നടക്കുന്നത്. ഇനി മൂന്നാമത് നമ്മുടെ വായിൽ അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സലൈവറി അമലൈസ് ഇൻ ദ സലീവ പാർഷ്യലി ഡൈജസ്റ്റ് ദ സ്റ്റാർച്ച്, അതായത് ഉമനീരിലെ സലൈവറി അമലൈസ് എന്ന എൻസൈം അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മുടെ ഉമനീർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് സലൈവറി അമലൈസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർച്ചിനെ അല്ലെങ്കിൽ അന്നജത്തിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണ കാണാറില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഫിഗർ
കണ്ടില്ലേ? ഈ ഫിഗർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാണിച്ചിരിക്കുന്ന രക്തലോമികളുടെ ധർമ്മം എന്താണ്? അതായത് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. അതായത് ആ കൊടുത്തിരിക്കുന്ന ഫിഗറിലെ രക്തലോമികളുടെ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് ആ ഫിഗറിൽ ഐ എന്നും പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കണുണ്ടോ? ഐ എന്ന് വെച്ച് ലേബൽ ചെയ്തിട്ടില്ലേ? ആ ലേബൽ ചെയ്തിരിക്കുന്ന ഭാഗം അത് തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ തിരിച്ചറിയുക മാത്രമല്ല അതിന്റെ ഫംഗ്ഷനും കൂടി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് ചോദിച്ചത് ഹൗ ഡസ് ദ ഇല്ലുസ്ട്രേറ്റഡ് പാർട്ട് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അതായത് ഈ ഭാഗം, ഈ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗം ചെറുകുടലിന്റെ ആഗീരണ പ്രക്രിയയിലൂടെ കാര്യക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? അതായത് ഈ ഒരു പാർട്ട് എങ്ങനെയാണ് ചെറുകുടലിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിന്റെ ഫംഗ്ഷനാണ്. എന്തായിരുന്നു? അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. അതായത് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അതുപോലെ അമിനോ ആസിഡിനെയും ആഗിരണം ചെയ്യുകയാണ് ആരുടെ ജോലി? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിന്റെ ജോലിയായി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ധർമ്മമായിട്ട് വരുന്നത്. ഈ രണ്ടാമത് ചോദിച്ചിരുന്നത് എന്താണ്? ആ ഐ എന്ന് പറയുന്ന ഭാഗം ഏതെന്നാണ്? ഐ എന്താണ്? ലാക്ടിയൽസ് ആണ്. ലാക്ടിയലിന്റെ ധർമ്മം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അബ്സോർബ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അതായത് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണത്തെ സഹായിക്കുക ആര് ചെയ്യുന്നത്? നമ്മുടെ ലാക്ടിയൽസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത് ഈ വില്ലി എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരുന്നില്ലേ? ഈ വില്ലി എങ്ങനെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ വില്ലസുകൾ അല്ലെങ്കിൽ ഈ വില്ലി എന്താണ് ചെറുകുടലിന്റെ ആഗീരണത്തിലെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ സർഫേസ് ഏരിയ, അതായത് ചെറുകുടലിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിന് സർഫേസ് ഏരിയ കൂട്ടാനായിട്ട് നമ്മുടെ വില്ലി സഹായിക്കുന്നുണ്ട്. അതാണ് ഇതിൽ വരുന്ന വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കാതെ ആരും നാളെ എക്സാമിന് പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ റോൾ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഈസ് ക്രൂഷ്യൽ. അതായത് പദാർത്ഥങ്ങളുടെ കൈമാറ്റത്തിൽ ടിഷ്യൂ ദ്രവത്തിന്റെ പങ്ക് പ്രധാനമാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോംഡ്? എങ്ങനെയാണ് ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത്? രണ്ടാമതായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് റോൾ ഡസ് ലിംഫ് പ്ലേ ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്? പദാർത്ഥങ്ങളുടെ സംവഹനത്തിൽ ലിംഫിന്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കടക്കാം. ഞാനിത് ക്ലാസ്സുകളിലായാലും എടുത്തിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി പറയാം. നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാപ്പിലറീസിൽ കൂടി, കാപ്പിലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തക്കുഴലാണ്, ആ രക്തക്കുഴലിൽ കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ കാപ്പിലറീസിൽ എന്തുണ്ട്? കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഹോൾസുകളുണ്ട്. ഈ ഹോൾസിൽ കൂടി ബ്ലഡിന്റെ ഒരു ഭാഗം ഊർന്നിറങ്ങി വരുന്നുണ്ട്. ആ ഊർന്നിറങ്ങി വരുന്ന ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിനെ പറയുന്ന പേരാണ് എന്താ? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ലോമികയിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ, അതായത് ഫ്ലോ ചെയ്യുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറി ഇറങ്ങുന്നത് വഴിയാണ് എന്ത്? ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അതാണ് എന്ത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ആ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടായിരിക്കുന്ന ലഘുഘടകമായ ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും സംവഹനം ചെയ്യുന്നു. അതായത് കണ്ടക്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അതാണ് എന്ത്? നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇതും നോക്കാതെ പോകരുത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ ആരും ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് കേട്ടോ. ഈ ടേബിള് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ കണ്ടെത്തിയിട്ട് വേണം അത് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈസോഫാഗസ് അതായത് അന്നനാളം, അവിടെ നടക്കുന്ന പ്രോസസ്സ്, അതായത് നമ്മുടെ ഈ അന്നനാളുമില്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആ കുടലിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? യെസ്, പെരിസ്റ്റാലിസിസ് ആണ്. ആ ഒരു മൂവ്മെന്റ് വഴിയിട്ടല്ലേ ഫുഡ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ധർമ്മം? എന്താണ്? ഫുഡ് ഇറങ്ങി വരുന്നതിനും അതുപോലെ ഫുഡ് ഇൻ ടു പേസ്റ്റ് ഫോം, ആഹാരത്തെ കുഴമ്പ് രൂപത്തിലേക്ക് ആക്കാനും സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഈസോഫാഗസിലെ പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ്. ഇനി ബിയും സിയും ഒരു എന്താണ്? വെറുതെ ഡാഷ് ഇട്ട് വെച്ചിരിക്കുകയാണ്, നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ അവർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്: കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. അത് ആരാണ്? നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ് അത് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ബി എന്താണ്? പാൻക്രിയാസ് ആണ് ആ ഭാഗം. സി എന്താണ്? ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി ഡി, പെപ്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? യെസ്, സ്റ്റൊമക്കാണ്, ആമാശയമാണ് പെപ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എന്താണ്? സ്റ്റൊമക്കാണ്. ഇനി അതിൻ്റെ
ഫംഗ്ഷൻ, നമ്മുടെ പെപ്സിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? ഡൈജസ്റ്റ് പ്രോട്ടീൻ പാർഷ്യലി, അതായത് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കലാണ് ആര് ചെയ്യുന്നത്? പെപ്സിൻ ചെയ്യുന്നത്. ഇനി എഫ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റോറേജ്, സംഭരണമാണ്. അത് ആരായിരിക്കും? ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആയിരിക്കുള്ളൂ. അതായത് ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ഇൻ ടു റെക്ടം, ദഹന അവശിഷ്ടങ്ങളെ മലാശയത്തിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? നമ്മുടെ വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആൻസേഴ്സ് നിരയായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ കിടക്കുന്ന പോലെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലും കാണണം. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം നിങ്ങൾ എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ആരും നോക്കാതെ പോകരുത്. കാര്യം വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് എടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് സർക്കുലേറ്ററി സിസ്റ്റം, അതായത് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങളോട് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ എന്താണ്? ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം, മനസ്സിലാക്കിയും പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന എയും ബിയും സിയും ഡിനെയൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എ എന്തായിരിക്കും? എ എന്താണ്? പൾമണറി ആർട്ടറി ആണ്. ഇനി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? പൾമണറി വെയിൻ ആണ്. ഇനി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? വീനക്കാവയാണ്. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ആർട്ടറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ABCD ആണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്ന രക്തക്കുഴലുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു എ എന്തായിരുന്നു സാർ? ഒന്നും കൂടി പ്രീവിയസ് ഇട്ടെ. എ എന്തായിരുന്നു? പൾമണറി. എസ്, എ എന്ന് പറയുന്ന പൾമണറി ആർട്ടറി ആയിരുന്നു. ബി എന്ന് പറയുന്നത് പൾമണറി വെയിൻ ആയിരുന്നു. സി എന്ന് പറയുന്നത് വീനക്കാവയായിരുന്നു. ഡി എന്ന് പറയുന്നത് ആർട്ടറി ആയിരുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് പാർട്ട് ആർ ഇൻവോൾവിങ് ദ പൾമണറി സർക്കുലേഷൻ, അതായത് പൾമണറി സർക്കുലേഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു മീൻ ബൈ ഡബിൾ സർക്കുലേഷൻ, ഇരട്ട രക്തപര്യനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല, അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്. നമുക്ക് ആൻസേഴ്സ് നോക്കാം. നമ്മൾ എ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ബി എന്താണ്? ബി എന്ന് വെച്ചാൽ പൾമണറി സർക്കുലേഷൻ എന്തായിരുന്നെന്നാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പൾമണറി സർക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയവും അതുപോലെ ശ്വാസകോശത്തിനും ഇടയിലുള്ള സർക്കുലേഷന് പറയുന്ന പേരാണ് എന്ത്? പൾമണറി സർക്കുലേഷൻ. അതിൻ്റെ ഭാഗങ്ങളാണ് റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, പൾമണറി ആർട്ടറി ഉണ്ട്, ലങ്സ് ഉണ്ട്, പൾമണറി വെയിൻ ഉണ്ട്, ലെഫ്റ്റ് ഏട്രി ഉണ്ട്. ആ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതായത് വലത് വെൻട്രിക്കിൾ ഉണ്ട്, ശ്വാസകോശ ധമനിയുണ്ട്, ശ്വാസകോശമുണ്ട്, ശ്വാസകോശ സിരയുണ്ട്, ഇടത്തെ ഏട്രിയം ഉണ്ട്. മൊത്തം വെള്ളി വരുന്ന വാക്കുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ ശ്വാസകോശമായി ബന്ധപ്പെട്ട സർക്കുലേറ്ററി അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേഷനിൽ വരുന്നത്, അതായത് പൾമണറി സർക്കുലേഷനിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. പൾമണറി സർക്കുലേഷനിൽ വരുന്ന പാർട്സ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് പൾമണറി സർക്കുലേഷൻ എന്ന് ചോദിച്ചാലും ഇവ തമ്മിലിടയിലുള്ള സർക്കുലേഷൻ ആണെന്നുള്ളത് പറയാം. സിസ്റ്റമിക് സർക്കുലേഷനും ചോദിക്കും. അപ്പോൾ അതും അതിൻ്റെ പാർട്സും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക? ആദ്യം തന്നെ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ സി ക്വസ്റ്റ്യൻ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്താണ് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇരട്ട രക്തപര്യനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്. നമ്മുടെ ഹൃദയത്തിലൂടെ 2 തവണ ബ്ലഡ് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ എന്താണ്? ഇരട്ട രക്തപര്യന വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ബ്ലഡ് എന്താണ്? ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സാധാരണ ഈ ചാപ്റ്ററിൽ വരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ബയോളജി എക്സാമിന് നമ്മുടെ കലാവാസന അറിയാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാനുണ്ടാവും. അപ്പോൾ ആ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും വരയ്ക്കാനുണ്ടാകും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ ഗിവൺ പിക്ചർ, ലേബിൾ ദ പാർട്സ് ആൻഡ് ഡിസ്ക്രൈബ് ദെയർ ഫംഗ്ഷൻ. അതായത് തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുക. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പകർത്തി വരയ്ക്കാനായിരിക്കില്ല, നിങ്ങളോട് തന്നെ വരയ്ക്കാൻ പറയും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുക, സൂചിപ്പിക്കുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മവും എഴുതി അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഡെൻഡെയിൻ തന്നിട്ടുണ്ട്, സിമൻഡം തന്നിട്ടുണ്ട്, പൾപ്പ് ക്യാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ ഡെൻഡെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലിവിങ് ടിഷ്യൂ ആണ്. അതായത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് എന്ത്? ഡെൻഡെയിൻ എന്ന് പറയുന്നത്. ഇനി സിമൻഡം എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം അടങ്ങിയിരിക്കുന്ന നമ്മുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് എന്തൊക്കെ സിമൻഡം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞത് പൾപ്പ് ക്യാവിറ്റി ആയിരുന്നു. പൾപ്പ് ക്യാവിറ്റി എന്ന് വെച്ചാൽ പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്. അതെന്താണ്? അതിനകത്ത് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും, നെർവ്സ് കാണാൻ പറ്റും, ഒഡൻറ്റോബ്ലാസ്റ്റ് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഭാഗമാണ് എന്ത്? പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻറ്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ
പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, ദ ഓർഗൻ പ്രൊഡ്യൂസ് എൻസൈം ദാറ്റ് ബ്രേക്ക് ഡൗൺ കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബോഹൈഡ്രേറ്റുകളെ വിഘടിപ്പിക്കുന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലിവർ ആണോ, സ്റ്റൊമക് ആണോ, പാൻക്രിയാസ് ആണോ, ഗാൾ ബ്ലാഡർ ആണോ? ഏതാണെന്നൊന്ന് പറഞ്ഞേ. കരളാണോ, അല്ലെങ്കിൽ ആമാശയമാണോ, അല്ലെങ്കിൽ പാൻക്രിയാസ് ആണോ, പിത്താശയമാണോ? യെസ്, പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കറക്റ്റ് ഓർഡർ ഓഫ് പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ത്രൂ ദ ഫുഡ് പാസസ്. അതായത് ഭക്ഷണം കടന്നു പോകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളും ശരിയായ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ശരിയായ ക്രമത്തിൽ എഴുതുക എന്നാണ്, പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ശരിയായ ക്രമം നിങ്ങളോട് തന്നെ എഴുതാൻ പറയും. അതായത് നിങ്ങളോട് ഒരു ഓർഡർ എഴുതാൻ പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് എഴുതാൻ പറയും. ഓക്കെ, ഏതാണെന്ന് നോക്കിയേ. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതാണ്, അതായത് എ കൊടുത്തിരിക്കുന്ന അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ് മൗത്ത് ആണ്, പിന്നെ ഈസോഫാഗസ് ആണ്, പിന്നെ സ്റ്റൊമക് ആണ്, പിന്നെ അതിൻ്റെ താഴെയുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതിൻ്റെ താഴെയുള്ള ലാർജ് ഇൻറ്റസ്റ്റൈൻ വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഇതാണ് നമ്മുടെ ഭക്ഷണം കടന്നു പോകുന്ന വഴികൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Check the statement related to the digestion of fat and choose the correct answer. അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? രണ്ടും കറക്റ്റ് ആണോ, അല്ലേ ഒരെണ്ണാണോ കറക്റ്റ്, അല്ലേ ഒന്നും കറക്റ്റ് അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈൽ കൺവേർട്ടഡ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ്. അതായത് ബൈൽസ് കൺവേർട്ടഡ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. രണ്ടാമത് ലിപ്പീസ് ഹെൽപ്പ് ഇൻ ദ ഡൈജസ്റ്റ് ഫാറ്റ്. ലിപ്പീസ് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ശരിയാണോ തെറ്റാണോ? നമുക്ക് മലയാളം മീഡിയം ഒന്ന് നോക്കാം കേട്ടോ. പിത്തരസം കൊഴുപ്പിനെ കണികകളാക്കുന്നു, ചെറുകണികകളാക്കുന്നു. ലിപ്പേസ് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിത്തരസം കൊഴുപ്പിനെ കണികകളാക്കുന്നു. ആ ആദ്യത്തെ സംഭവമില്ലേ, ബൈൽ കൺവേർട്ടഡ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഒരു പ്രസ്താവന മാത്രമാണ് ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. എ മാൻ ബ്ലഡ് പ്രഷർ ടെസ്റ്റ് റിസൾട്ട് ഇൻ 140/100 mmHg. അതായത് ഒരാളുടെ രക്തസമ്മർദ്ദം പരിശോധന ഫലം 140/100 mmHg ആണെന്ന് കിട്ടി. അയാളുടെ ഡിസോർഡർ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നാണ് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 പക്ഷെ ഇങ്ങേരുടെ എത്രയാണ്? 140/100 കൂടുതലല്ലേ? അപ്പോൾ രക്തസമ്മർദ്ദം കൂടിയ കണ്ടീഷനെ വിളിക്കുന്നത് എന്താണ്? ഹൈപ്പർ ടെൻഷൻ എന്നാണ്. ഇനി എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. അതായത് ബ്ലഡ് പ്രഷറെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, സ്വിഗ്മോ മാനോമീറ്റർ. സ്പെല്ലിംഗ് പഠിക്കാൻ മറക്കരുത്. ഇത് മാത്രമല്ല BP അപ്പാരറ്റസും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ BP മെഷർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് പ്രഷർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല, അതിൽ നിന്ന് എന്തായാലും ഒബ്ജക്റ്റീവ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഒരാൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അയാൾക്ക് എന്താണ്? ഹൈപ്പർ ടെൻഷൻ ആണ്. അത് അളക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോ മാനോമീറ്ററും BP അപ്പാരറ്റസും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം സാർ. ഓക്കെ, ഒരു കാർഡിയ സൈക്കിളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ ഏതാണെന്ന്, അതായത് ടെക്സ്റ്റിൽ നല്ല വൃത്തിയായിട്ട് കാർഡിയ സൈക്കിളിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞേ. യെസ്, ദേ വരുന്നു ആൻസർ. ആർട്ടിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോള്, ജോയിന്റ് ഡയസ്റ്റോള്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു കാർഡിയാക് സൈക്കിളിൽ വരുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഓക്കെ, ഇനി ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, അതായത് പൂരിപ്പിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സൈലം, ട്രക്കീഡും വെസൽസും ഉണ്ട്. അപ്പോൾ ഫ്ലോയത്തിന് ആരാണുള്ളത്? യെസ്, സീവ് ട്യൂബും കമ്പാനിയൻ സെൽസും, അതായത് സീവ് നാളിയും സഹകോശങ്ങളുമാണ് നമ്മുടെ ഫ്ലോയത്തിന് ഉള്ളത്. ഇനി അടുത്തതും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അമീബ സ്യൂഡോപോഡിയ ഫോർ ദ റിസീവിംഗ് ഫുഡ്. അതായത് അമീബ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദങ്ങൾ വെച്ചിട്ടാണ് ആഹാരത്തെ പിടിക്കുന്നത്. അതേസമയം ഹൈഡ്ര എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? യെസ്, ടെൻറ്റാക്കിൾസ് വെച്ചിട്ടാണ് നമ്മുടെ ഹൈഡ്ര ആഹാരത്തെ സ്വീകരിക്കുന്നത്. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. The dash present in the posterior part of the stomach retain the food for the specific period. അതായത് ആഹാരം മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന പേശിയാണ് ഡാഷ്. ഏതാണ് ആ പേശി? സർക്കുലർ പേശി അല്ലെങ്കിൽ വലയ പേശിയാണ് നമ്മുടെ ആഹാരത്തെ, അതായത് നമ്മുടെ ആഹാരം വന്ന ഉടനെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താണ്, കുറച്ച് സമയം അവിടെ കിടന്ന പേസ്റ്റ് രൂപത്തിലാണ്. അതായത് അവിടെ എന്താണ്, പെരിസ്റ്റാളിസിസ് നടന്ന് ആ ഭക്ഷണത്തിനെ പേസ്റ്റ് രൂപത്തിലേക്കാക്കണം. ആ രൂപത്തിലേക്കാകാൻ കുറച്ച് ടൈം നമ്മുടെ ആമാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ കിടക്കണം. ആ കിടക്കാനായിട്ട് സഹായിക്കുന്ന മസിൽസ് ആണ് ഇത് സർക്കുലർ മസിൽസ് അഥവാ വലയ പേശി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ 3 ഔട്ടർ പാർട്ട് ഓഫ് ദ ടൂത്ത്, അതായത് പല്ലിന്റെ ബാഹ്യ ഭാഗങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയിരിക്കുന്ന യോജക കല ഏതാണെന്നാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അത് 3 ഔട്ടർ പാർട്സ് ആണുള്ളത്. ക്രൗൺ ഉണ്ട്, നെക്ക് ഉണ്ട്, റൂട്ട് ഉണ്ട്. ഓക്കെ, ഇനി പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ആ ഭാഗമാണ് അല്ലെങ്കിൽ ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്ത്, സിമന്റം എന്ന് പറയുന്നത്. ഓക്കെ സാർ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ പല്ലിന്റെ കാര്യം തന്നെയാണ്, പക്ഷെ പല്ലല്ല ഇത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ പക്ഷെ അതല്ല. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ഡൈജഷൻ മെൻഷൻ ഹിയർ, അതായത് ഏത് ദഹന പ്രക്രിയയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാന ദഹന പ്രോസസ്സ് അല്ലെങ്കിൽ ദഹന പ്രക്രിയകൾ വിവരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വിച്ച് ആർ ദ മേജർ ടൈപ്പ് ഓഫ് ഡൈജഷൻ ഒക്കർ ഇൻ അവർ ബോഡി. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ദ ഈച്ച് ടൈപ്പ് ഓഫ് ഡൈജഷൻ വിത്ത് എക്സാമ്പിൾ, അതായത് ഉദാഹരണ സഹിതം സമർത്ഥിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. യെസ്, അതായത് നമ്മുടെ പല്ല് ഭക്ഷണത്തെ ചവച്ചരയ്ക്കുന്നു. അത് ഏത് ഡൈജഷനാണ്, മെക്കാനിക്കൽ ഡൈജഷൻ ആണ്. ഇനി രണ്ടാമത് അവർ ചോദിച്ചിരുന്നത് എന്തൊക്കെ ഡൈജഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്നാണ്. 2 തരത്തിലുള്ള ഡൈജഷൻസ് ആണ്, ഒന്ന് മെക്കാനിക്കൽ ഡൈജഷനും രണ്ടാമത് കെമിക്കൽ ഡൈജഷനും. ഇനി മൂന്നാമത് അവർ പറഞ്ഞത് എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് സാർ, ഒന്ന് ബാക്ക് എടുത്തേ. യെസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രധാന ദഹന പ്രക്രിയകൾ വിവരിക്കുക എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾസ് അടക്കമാണ്. അപ്പോൾ മെക്കാനിക്കൽ ഡൈജഷന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫുഡ് ഇൻ ടു smaller particles by chewing the food with the teeth by and strong contraction of muscles of stomach and small intestine. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ഡൈജഷനായിട്ട് നമ്മുടെ പല്ല് ഭക്ഷണത്തെ ചവച്ചരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ചവച്ചരച്ച ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കിൽ വന്നിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് കൺട്രാക്ഷൻ നടക്കുന്നു, പെരിസ്റ്റാളിസിസ് നടക്കുന്നു. അതുവഴി എന്താണ്, ആ ഭക്ഷണം പേസ്റ്റ് രൂപത്തിലാകുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ആ ഭക്ഷണം കടന്നു കഴിയുമ്പോൾ അവിടെയും എന്താണ്, പെരിസ്റ്റാളിസിസ് സ്ട്രോങ് ആയിരിക്കുന്ന കൺട്രാക്ഷൻ നടന്ന് അവിടെയും ഒന്നുകൂടി നല്ല രീതിയിൽ കുഞ്ഞു പാർട്ടിക്കിൾ ആവുന്നുണ്ട് ഫുഡ്. അതിനുശേഷം എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. ഇതാണ് എന്ത്, മെക്കാനിക്കൽ ഡൈജഷൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി കെമിക്കൽ ഡൈജഷൻ എക്സാമ്പിൾ അല്ലെങ്കിൽ രാസിക ദഹനത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ രാസിക ദഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കോംപ്ലക്സ് ന്യൂട്രീഷൻസിനെ ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ദ സിമ്പിൾ ന്യൂട്രിയൻ ബൈ ദ ആക്ഷൻ ഓഫ് എൻസൈം ഇൻ ദ ഡൈജസ്റ്റീവ് ജ്യൂസ്. അതായത് ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായിരിക്കുന്ന പോഷക ഘടകങ്ങളെ ആഗീർണ യോഗ്യമായ, അതായത് അബ്സോർബ് ചെയ്യാൻ ഭാഗമായ രീതിയിൽ ലഘുഘടനയാക്കി മാറ്റുന്നതാണ് എന്ത്, നമ്മുടെ രാസിക ദഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 തരത്തിലുള്ള ഡൈജഷൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഒന്ന് മെക്കാനിക്കലും മറ്റൊന്ന് കെമിക്കലും, അതായത് യാന്ത്രിക ദഹനവും രാസിക ദഹനവും. അത് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് മക്കളെ. അപ്പൊ എന്തായാലും നിങ്ങൾ അത് നോക്കിക്കൊണ്ട് പോവാ. നോ ഡൗട്ട്, ഇതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ല, ദഹനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതേ വീണ്ടും വരുന്നു, ദഹനമായിട്ട് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഒരു എയും ബിയും കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രക്രിയയിൽ കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ എഴുതുക. ഇൻ ദ ബോഡി പാർട്സ് ഇൻ വിച്ച് ദീസ് പ്രോസസ് ഒക്കെ, എവിടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇനി മൂന്നാമതായി ചോദിച്ചിരിക്കുന്നത് ശരീരത്തിൽ എയും ബിയും എന്നിവയുടെ പങ്ക്, അതായത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഹ്യൂമൻ ബോഡി. അതാണ്, അതായത് എ എന്ന് പറയുന്ന പിക്ചർ പെരിസ്റ്റാളിസിനെയും ബി എന്ന് പറയുന്നത് ഇൻ ദ സെഗ്മെന്റേഷനെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ആൻസേഴ്സിൽ പോവാം കേട്ടോ. യെസ്, ഞാൻ പറഞ്ഞ പോലെ എ എന്തായിരുന്നു, പെരിസ്റ്റാളിസിസ് ആയിരുന്നു. ബി എന്താണ്, സെഗ്മെന്റേഷൻ ആണ്. ഇനി ബി ക്വസ്റ്റ്യനിലാണ് കേട്ടോ. പെരിസ്റ്റാളിസിസ് ഒക്കെ എവിടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്നാണ്. പെരിസ്റ്റാളിസിസ് നടക്കുന്നത് എവിടെയാണ്, സ്റ്റൊമക്കിൽ നടക്കുന്നുണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നുണ്ട്, ഒപ്പം നമ്മുടെ ഈസോഫാഗസിലും നടക്കുന്നുണ്ട്. ഇനി സെഗ്മെന്റേഷൻ എവിടെയാണ് നടക്കുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കേട്ടോ. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് പെരിസ്റ്റാളിസിസ്, ഒപ്പം എന്ത് നടക്കുന്നുണ്ട്, സെഗ്മെന്റേഷനും നടക്കുന്നുണ്ട്. ഇനി ആമാശയത്തിലും ചെറുകുടലിലും പെരിസ്റ്റാളിസിസ് നടക്കുന്നു, സെഗ്മെന്റേഷൻ ചെറുകുടലിൽ നടക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ബോഡിയിൽ ഈ പ്രോസസ്സിന്റെ കാരണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്നാണ് ചോദിച്ചിരുന്നത്. അതെന്താണ്, സ്ട്രോങ് പെരിസ്റ്റാളിസിസ് ഇൻ സ്റ്റൊമക് കൺവേർട്ട് ഫുഡ് ഇൻ ടു ദ പേസ്റ്റ് ഫോം. അതായത് ഇങ്ങനെ സ്റ്റൊമക്കിൽ പെരിസ്റ്റാളിസിസ് നടക്കുമ്പോഴാണ് നമ്മൾ കഴിച്ച ഭക്ഷണം, അത് ബിരിയാണി ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, മുന്തിരി ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, അതിനെ പേസ്റ്റ് രൂപത്തിലാവുകയുള്ളൂ. അപ്പോൾ പെരിസ്റ്റാളിസിസ് നടന്നാൽ മാത്രമല്ലേ പേസ്റ്റിന്റെ രൂപത്തിലാകുള്ളൂ. അപ്പോൾ അതിന്റെ ആവശ്യമില്ലേ. യെസ്, അതാണ് ആൻസറിൽ കൊടുത്തിരിക്കുന്നത്. പെരിസ്റ്റാളിസിസ് ആൻഡ് സെഗ്മെന്റേഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ്. അതായത് ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ പെരിസ്റ്റാളിസിസും സെഗ്മെന്റേഷൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ഭക്ഷണത്തിന്റെ സഞ്ചാരപാത സുഗമമാക്കുന്നതിനും ഡൈജസ്റ്റീവ് ജ്യൂസായിട്ടും എൻസൈമായിട്ടും മിക്സ് ചെയ്യുന്നതിന് സെഗ്മെന്റേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആൻസറിൽ വരുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഇത് നോക്കിയിട്ട്
വേണം എക്സാമിന് പോകാനായിട്ട്. അതായത് ഡൈജഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബോക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സാധാരണയായിട്ട് ഒബ്ജക്റ്റീവിലൊക്കെ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ദാറ്റ് കവർ ദ ഹേർട്ട്, അതായത് ഒരു ഇരട്ട സ്തരം ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, ആ ഇരട്ട സ്തരത്തിന്റെ പേരെന്താണ്? നെയിം ദ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ. അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് അവർ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഇറ്റ് റെലവൻസ്, അവയുടെ പ്രാധാന്യം എന്താണെന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്? പെരിക്കാർഡിയം ആണ് അല്ലേ? ഓക്കെ സാർ, യെസ്, ആൻസർ പെരിക്കാർഡിയമാണ്. പെരിക്കാർഡിയമാണ് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഹൃദയമെങ്കിൽ അതിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഈ ഒരു ഇരട്ട സ്ഥലമുള്ള മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, പെരിക്കാർഡിയം. ഇനി ഈ പെരിക്കാർഡിയത്തിനും അതായത് ഈ പെരിക്കാർഡിയത്തിനും നമ്മുടെ ഹാർട്ടിനും ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയം ഇടിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവുന്ന ആ മെംബ്രെയിനിൽ ഒരു ഘർഷണം ഉണ്ടാവുന്നുണ്ട്. ആ ഘർഷണത്തെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്സ്, അതായത് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനും ആര് പങ്കുവഹിക്കുന്നുണ്ട്? നമ്മുടെ പെരിക്കാർഡിയം പങ്കുവഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പെരിക്കാർഡിയമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹൃദയം ഇടിക്കുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഘർഷണം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നല്ല, എക്സ്റ്റേണൽ ഷോക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയത്തെ സംരക്ഷിക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ചേമ്പേഴ്സ് ഇൻ വിച്ച് ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലെ രക്ത ഒഴുക്ക് കാണപ്പെടുന്ന അറകളുടെ പേരെന്താണ്? ഏതാണ് ആ 4 ചേമ്പേഴ്സ് അല്ലെങ്കിൽ 4 അറകളുടെ പേര് വേഗം എടുത്ത് എഴുതിക്കൊള്ളൂ കേട്ടോ. വിച്ച് ആർ ദ വാൽവ് കൺട്രോളിംഗ് ഫ്ലോ ഓഫ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ്, അതായത് ഓക്സിജന്റെ അളവ് കുറഞ്ഞ രക്തം ഒഴുകുന്നതിനെ നിയന്ത്രിക്കുന്ന വാൽവുകൾ ഏതൊക്കെയാണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഹാർട്ട് യൂസിങ് ദ ഫ്ലോ ചാർട്ട്. അതായത് ഈ സർക്കുലേഷൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്ലോ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം കേട്ടോ. യെസ്, ഏതൊക്കെയാണ് വാൽവ്? റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. ഓക്കെ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത്രയുമാണ് എന്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ചേമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഏതാണ് ആ വാൽവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആ ഒരു വാൽവുകളാണ് ട്രൈക്കസ്പീഡ് വാൽവും സെമി ലൂണാർ വാൽവും. ഓക്കെ, ഇപ്പുറത്തെ വാൽവ് ഏതാണ്? ഓക്സിനേറ്റഡ് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? യെസ്, നമ്മുടെ ബൈക്കസ്പീഡ് വാൽവാണ്. ഇവർ ചോദിച്ചത് ഡീഓക്സിജനേറ്റഡ് ആണ്, ഓക്സിജൻ കുറഞ്ഞ രക്തത്തെ ഒഴുകാനായിട്ട് സഹായിക്കുന്നത് ട്രൈക്കസ്പീഡ് വാൽവും സെമി ലൂണാർ വാൽവും ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ടായിരുന്നു പറയുന്നത്. ഫ്ലോ ചാർട്ട് ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോകണ്ട കേട്ടോ. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സാർ, നെക്സ്റ്റ് വീണ്ടും കാർഡിയാക് സൈക്കിൾ വീണ്ടും വന്നു. ഇതും ഞാൻ വീണ്ടും പറയുന്നതാണ്, ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണാറില്ല മക്കളെ. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതാണ്, വേറെ രീതിയിലാണ് ചോദിച്ചേക്കണേ, നമ്മളെ ട്വിസ്റ്റ്, അതായത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. കാർഡിയാക് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ ദ 0.8 സെക്കൻഡ്. അതായത് ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കുന്നതിന് 8 സെക്കൻഡ് സമയം കൊണ്ടാണ്. ഓക്കെ, ശരിയാണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ശരിയാണോ? യെസ്, ശരിയാണത്. ഡിഫൈൻ ദ കാർഡിയാക് സൈക്കിൾ. എന്നിട്ട് അവർ ചോദിച്ചേക്കുന്നത് ഇനി കാർഡിയാക് സൈക്കിൾ എന്താണെന്ന് പറയാൻ, അല്ലെങ്കിൽ നിർവചനം എഴുതാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, അതായത് ഇതിൻ്റെ ആൻസർ ട്രൂ ആണ്. യെസ്, ആൻസർ എന്താണ്? അതായത് നമ്മുടെ ഈ ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാനായിട്ട് 0.8 സെക്കൻഡ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു വെൻട്രിക്കുലർ സിസ്റ്റോളും ഒരു ഏട്രിയൽ സിസ്റ്റോളും ജോയിന്റ് ഡയസ്റ്റോളും എല്ലാം കൂടി ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. യെസ്, വാട്ട് ആർ ദ പ്രോട്ടീൻ പ്രസന്റ് ദ പ്ലാസ്മ? പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് പഠിച്ചിരുന്നു, കാര്യം ബ്ലഡിലെ കമ്പോണൻസ് പഠിച്ചപ്പോൾ ആ ഒരു പ്രോട്ടീൻസും പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കേട്ടോ. ആൻസേഴ്സ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഈ 3 എണ്ണമാണ് എന്ത് നമ്മുടെ പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. യെസ്, ചേരുംപടി ചേർക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്, ബൈൽ അതായത് പിത്തരസം കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീസ് കൊടുത്തിട്ടുണ്ട്, പെപ്സിൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, വീണ്ടും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നതാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തായിരിക്കും? ഏതായിരിക്കും? ഒന്ന് നോക്കിയതില്ല.
യെസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ്? ഡിസ്ട്രോയ് ജേംസിനെ ഫുഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ബൈൽ അല്ലെങ്കിൽ പിത്തരസം എന്താണ്? റെഗുലേറ്റ് പി എച്ച്, അതായത് പി എച്ചിനെ ക്രമീകരിക്കുന്നു. പ്രോട്ടീൻസ് എന്താണ്? കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്, അമിനോ ആസിഡ് ആക്കി പ്രോട്ടീനുകളെ മാറ്റുന്നു. ഇനി പെപ്സിൻ, പെപ്സിൻ എന്താണ്? പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ, അതായത് പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ആ ബോക്സിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ എസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 10 years old girl gets new lease on the life with the pacemaker surgery at ലിസി ഹോസ്പിറ്റൽ. അങ്ങനത്തെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പത്രവാർത്തയെ അനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നെയിം ദ പേസ് മേക്കർ ഓഫ് ഹേർട്ട് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. അതായത് ഈ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ഹാർട്ടിൽ എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ വേവ്സ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലെ വൈദ്യുത തരംഗങ്ങളുടെ ഗ്രാഫിനെ അതിൻ്റെ പേരെന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. നമ്മുടെ ഈ പറയുന്ന പേസ് മേക്കർ കാണപ്പെടുന്നത് എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിലാണ്. അതായത് എസ് എ നോഡ് എന്നാണ് ഈ പേസ് മേക്കറിൻ്റെ പേര്. അതെവിടെയാണ് കാണപ്പെടുന്നത്? റൈറ്റ് ഏട്രിയത്തിൻ്റെ വാളിലാണ് കാണപ്പെടുന്നത്. എസ് എ നോഡിനെയാണ് ഹൃദയത്തിലെ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. വലത് ഏട്രിയത്തിലെ ഭിത്തിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. എന്താണ് ഈ ഇലക്ട്രിക്കൽ തരംഗം, അതായത് ഗ്രാഫിൻ്റെ പേര് ചോദിച്ചിരുന്നു. എന്താണ്? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതും സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഇനി ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ പേര് എഴുതാമെന്നാണ്, അതായത് പൂർണ്ണ രൂപം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യെസ്, നമുക്കൊക്കെ അറിയാം എന്താണ്? ECG ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾ വിട്ട് കളയേണ്ട, അതൊക്കെ ഒബ്ജക്റ്റീവിൽ എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, ചിത്രം നിരീക്ഷിച്ചിട്ട് ആൻസർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്, ബി എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്, ഒപ്പം എയുടെ ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. എന്താണ് എ അല്ലെങ്കിൽ എന്താണ് ബി? ആ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. യെസ്, എ എന്ന് പറയുന്നത് എന്താണ്? സൈലമാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോയമാണ്. അപ്പോൾ ഈ സൈലത്തിൻ്റെ ജോലി എന്താണ്? കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ടു ലീഫ്, അതായത് നമ്മുടെ റൂട്ട് വലിച്ചെടുക്കുന്ന ജലത്തിനെയും ലവണത്തിനെയും, അതായത് വാട്ടറിനെയും സോൾട്ടിനെയും എവിടെ എത്തിക്കുക? ലീഫിലേക്ക് എത്തിക്കുകയാണ് ആരുടെ ജോലി? സൈലത്തിൻ്റെ ജോലിയായിട്ട് വരുന്നത്. അതേസമയം ഫ്ലോയത്തിൻ്റെ ജോലി എന്താണ്? ഫ്ലോയത്തിൻ്റെ ചോദിച്ചിട്ടില്ല, എന്നാലും എന്താണ്? യെസ്, അതായത് കണ്ടക്ഷൻ ഓഫ് ഫുഡ് ഫ്രം ലീഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സ്, അതായത് നമ്മുടെ ലീഫ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ സസ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആരുടെ ജോലി? ഫ്ലോയത്തിൻ്റെ ജോലിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. പിന്നെ ഒരു കാര്യം കേട്ടോ, സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഫുഡ് പ്ലേറ്റ് ഒക്കെ പഠിച്ച സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പഠിച്ചിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് മൂലം എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരേണ്ടതെന്നൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ്? നമുക്ക് മാൽന്യൂട്രീഷൻ ആയിരിക്കും, നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ന്യൂട്രീഷൻസ്, പോഷകാഹാരം കിട്ടില്ല. അതുപോലെ കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആയിരിക്കും, കോൺസെൻട്രേഷൻ ഉണ്ടാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാം. അതായത് ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതുന്ന രീതിയിലുള്ള കോമൺ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ജങ്ക് ഫുഡ്സ് എന്താണ്? നമുക്ക് ഒബിസിറ്റി, അതായത് വണ്ണത്തടി വരാനായിട്ട് കാരണമുണ്ട്. അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അതിനകത്തില്ല. പിന്നെ ഓവർ കലോറിയാണ്, അതായത് കുറേ ഉയർന്ന കലോറിയുള്ള ഭക്ഷണങ്ങളാണ്. അത് കഴിക്കുന്നത് മൂലം എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതിക്കൊള്ളണം. കാര്യം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ആദ്യം തൊട്ട് കുറച്ച് പിക്ചേഴ്സ്, അതായത് കുറച്ച് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെയും കൂടി വിളിക്കുന്നുണ്ട്. യെസ്, അഖിൽ സാർ. പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ വരേണ്ടത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞത് പിക്ചർ വേറെ ഒന്നല്ല. സോ രണ്ടുപേരോട് ഒരുമിച്ച് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ട് നമുക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി വന്നത്. സോ ടൈം കളയണ്ടല്ലോ മിസ്സേ, നമുക്ക് നേരിട്ട് നേരെ കടക്കാൻ കാര്യത്തിലേക്ക്. ആദ്യം മക്കളെ കുറച്ച് പിക്ചേഴ്സ്, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതിനു ശേഷം ഒരുപാട് പിക്ചേഴ്സ് ബുക്കിൽ ഉണ്ടാകും. ഇത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പ്ലാന്റ് സെല്ലിലും അതുപോലെ യൂണിസെല്ലുലർ ഓർഗാനിസംസ്, നമ്മുടെ അമീബ പോലെയുള്ള ഏകകോശ ജീവികളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നിട്ട് നമ്മുടെ ബാഹ്യ പരിസരത്ത് നിന്നും എങ്ങനെയാണ് പദാർത്ഥങ്ങൾ അകത്തേക്ക് കയറുന്നത് എന്നുള്ളതിന്റെ ഈ പിക്ചേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചറിയാൻ പറ്റണം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പിക്ചർ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, എന്തിന്റെയാണ്? നമ്മുടെ സെൽ മെംബ്രെയിനിന്റെ അല്ലെ, കോശസ്തരത്തിന്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ ആണ് ഇവിടെ. ഈ പിക്ചർ തന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ ജസ്റ്റ് സെൽ മെംബ്രെയിൻ കാണിച്ചിട്ടുണ്ട്, കാരിയർ പ്രോട്ടീൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ചോദ്യം വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. മറ്റൊരു ചോദ്യം കാണിച്ചു തരാം. നമ്മുടെ
ഓസ്മോസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ കണ്ടോ, സൈറ്റോപ്ലാസം ഷ്രിങ്ക് ആയി പോയിരിക്കും, ചുരുങ്ങി പോകുന്നതും വെള്ളത്തിലിടുമ്പോൾ വീർത്ത് വരുന്നതായിട്ടുള്ള 2 പിക്ചറാണ്. ഈ പിക്ചർ ബുക്കിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അധികം ഭയങ്കര ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ, ചെറുതായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇതിനെ ബേസ് ചെയ്ത് വന്നാലും ബുക്കിനകത്ത് ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചോളാം, അടിപൊളിയായിട്ട് പഠിച്ചോളാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചോദ്യമായിട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഓസ്മോസിന്റെ പിക്ചറാണ്. സെമി പെർമബിൾ മെംബ്രെയിൻ, അതുപോലെ തന്നെ ആ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കാം. നെക്സ്റ്റ് ഒരു പിക്ചർ വരുന്നതോ മിസ്സേ, എന്തായിരുന്നു അത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പിക്ചർ വെച്ച് പഠിച്ചതാണ്. സോ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചാനൽ പ്രോട്ടീൻ, അതുപോലെ കാരിയർ പ്രോട്ടീൻ, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിനും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനും ഇത് എന്തിന്റെ ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടെ പറയാനായിട്ട് മക്കൾക്ക് പറ്റുന്നുണ്ടാവണം കേട്ടോ. ആൻഡ് മിസ് നെക്സ്റ്റ് പിക്ചർ പറഞ്ഞോളൂ മക്കൾ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. നിങ്ങൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെയും അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെയും പിക്ചേഴ്സ് മനസ്സിലാക്കാനായിട്ട് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ATP എന്ന് എഴുതിയിട്ടുണ്ടാകും, മറ്റേതിൽ അത് ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതെന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ATP എന്താണ്, ഒരു എനർജി യൂസ് ചെയ്തിട്ട് ADP + PI ആയി മാറുന്നത് ആകെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അവിടെ നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പിക്ചർ വന്നിട്ട് ലേബലിംഗ് അടക്കം ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഗ്രാന, സ്ട്രോമ ലാമെല്ല, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ കാര്യങ്ങളൊക്കെ നോക്കുക. മുകളിൽ കിടക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന പീസ് മറന്നു പോകരുത്, അതിൽ എപ്പിഡെർമൽ സെല്ലുകൾ, ഓക്കെ, അതുപോലെ സ്റ്റൊമാറ്റയുടെ കാര്യം, മീസോഫിൽ സെല്ലുകൾ, മീസോഫിൽ കോശങ്ങളുടെ കാര്യമൊക്കെ വ്യക്തമായിട്ടൊന്ന് നോക്കി വെച്ചോ. ഇത് വന്നില്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ട്. 2 വന്നാലും പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോട്ടോസിന്തസിന്റെ 2 ഫേസുകൾ ഏതൊക്കെയാണ്, അതിലെ പ്രധാന പോയിന്റുകൾ ഏതൊക്കെയാണ്, ദേ കിടക്കുന്നതാ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ഓക്കെ, ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസും ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ പിക്ചർ നോക്കണം. അതിനകത്ത് ഈ പറയുന്ന സ്ട്രോമ, ഗ്രാന, അതുപോലെ ഗ്ലൂക്കോസ്, ATP ഹൈഡ്രജന് മൂവ് ചെയ്യുന്ന കാര്യം, അതുപോലെ സൺലൈറ്റിന്റെ കാര്യങ്ങൾ പറയണം കൃത്യമായിട്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെ ആയാലും ഇതിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിരിക്കും, ചോദിക്കാതിരിക്കില്ല. മറ്റൊരു പിക്ചർ, ഇതും ചോദിക്കോട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ അടക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പഠിച്ചു വെച്ചോടാ. ന്യൂട്രീഷൻ ഇൻ അമീബ ആൻഡ് ഹൈഡ്ര. അമീബയിലും ഹൈഡ്രയിലും അവർക്ക് ന്യൂട്രീഷൻ, അവർ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, ടെന്റക്കിൾസിന്റെ കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ സ്യൂഡോപോഡിയ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്ന കാര്യമില്ലേ ഫുഡ്, ആ കാര്യങ്ങൾ മറന്നു പോകരുത്. സോ അമീബയുടെയും ഹൈഡ്രയുടെയും ഡൈജഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷന്റെ കാര്യം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ടീത്തിന്റെ സ്ട്രക്ചർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ സാറേ? പോവൂ. ഓക്കെ, കണ്ടല്ലോ. ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. ഒരു 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം വരയ്ക്കാൻ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ഉള്ളത്. അപ്പൊ ബയോളജി ആയതുകൊണ്ട് വരയ്ക്കാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കലാവാസനയെ പരീക്ഷിക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരയ്ക്കാൻ തന്നിരിക്കും. പിന്നെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റൈറ്റ് സൈഡിലുള്ള ഇനാമലും ഡെൻഡൈനും പൾപ്പ് ക്യാവിറ്റിയും സിമെന്റും മാത്രം നോക്കി പോകരുത്. അപ്പുറ സൈഡിലുള്ള ക്രൗണും നെക്കും റൂട്ടും കൂടെ മാർക്ക് ചെയ്ത് കണ്ടാൽ മനസ്സിലാക്കണം. ക്രൗൺ മുകൾ ഭാഗം ക്രൗൺ, നടുവിൽ നെക്ക്, താഴെയായിട്ട് റൂട്ട് എന്നുള്ള രീതിയിൽ അതുകൂടെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. And then next figure മക്കളെ, അതായത് പെരിസ്റ്റാളിസിന്റെയും സെഗ്മെന്റേഷന്റെയും ഒക്കെ ഫിഗർ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിന്റെ ഇമ്പോർട്ടൻസും ചോദിക്കും. ഓക്കെ, ചെറുതാണെന്ന് കരുതി മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാര്യം അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. സർക്കുലർ മസിലിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്റെ മക്കൾ കണ്ടിട്ടുണ്ടാവും. പിക്ചർ വന്നിട്ട് ആ ഒരു നമ്മുടെ ഇതില്ലേ സ്റ്റൊമക്കിന്റെ താഴെ ആ മസിൽ കാണിച്ചിട്ട് ഇതെന്താ സാധനം എന്ന് ലേബിൾ ചെയ്ത് വെച്ച് എന്തെഴുതണം, അത് സർക്കുലർ മസിലാണെന്ന് എഴുതി വെക്കണം കേട്ടോ. ദെൻ സർ മൂവ് ചെയ്യുമ്പോൾ അടുത്തത് ഇത് ഉറപ്പാണ്. അതായത് സാധാരണയായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാറില്ല, പക്ഷെ ഈ വർഷം നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ വർഷം. ഇതിന്റെ പാർട്സ് പാലേറ്റ്, ഉവുല, ഫാരിങ്സ്, എപ്പിഗ്ലോട്ടിസ്, ഈസോഫാഗസ്, ട്രക്കിയ ഒക്കെ ലേബിൾ ചെയ്യാനായിട്ടൊന്ന് പഠിച്ചു വെച്ചോളാം. പിക്ചർ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ, മനസ്സിലാക്കി വെക്കുക, വൃത്തിയായിട്ട് നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് മിസ് ഇതിന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് ബ്ലഡിന്റെ 2 കമ്പോണന്റുകൾ അല്ലെ 2 ഘടകങ്ങൾ, പ്ലാസ്മയും ബ്ലഡ് സെൽസും, രക്തകോശങ്ങളുടെ കാര്യം. അതിനകത്ത് പ്രോട്ടീൻ, വാട്ടർ, ദെൻ ഇവിടെ ബ്ലഡിലേക്ക് വരും, ബ്ലഡ് സെൽസിലേക്ക് വരുമ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. 3 പേരും പഠിച്ചോട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോട്ടീനുകൾ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. മിസ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ ഇതാണ്. ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഫോർമേഷൻ ചോദിക്കും. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. സാധാരണയായിട്ട് 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്ക് വരെ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ചോദിക്കും എന്നുള്ള ഷുവർ ആണ് കേട്ടോ. ഓക്കെ, ഈ പിക്ചറിൽ ആർട്ടറി, കാപ്പിലറീസും വെയിൻസും ലിംഫസൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ ഇവിടെ പഠിച്ചു വെച്ചോളാം. അത് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിക്ചറാണ്, വർഷങ്ങളോളമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പിക്ചറാണ്. ആൻഡ് നെക്സ്റ്റ് വന്നത് പറയുന്നത് മക്കളെ ആർട്ടറി, കാപ്പിലറി, അതുപോലെ തന്നെ വെയിൻസ്. പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ തന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ പിക്ചറിന്റെ കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടില്ലേ, ആ എക്സ്പ്ലനേഷൻസ് കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. 3ന്റെ ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. അതായത് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ 3 എണ്ണത്തിന്റെ കാര്യം നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പടവും നോക്കുക. Then next
യെസ്, നമ്മുടെ ന്യൂട്രീഷൻ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്ന ബ്ലഡ് എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് എത്തുന്നത്. ഒന്ന് എന്താണ്, ലാക്ടിയൽസിൽ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലിംഫ്, അതായത് സ്മോൾ ലിംഫ് വഴി ലാർജ് ലിംഫ് വഴി ഡയറക്റ്റ് വീനക്കാവിലേക്ക് എത്തുന്നുണ്ട്. മറ്റേത് എന്താണ്, നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ലിവറിലേക്ക് പോകുന്നുണ്ട്. ലിവറിൽ ഒരു സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം അവിടെ നിന്നാണ് വീനക്കാവിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറും പഠിച്ചു വെക്കുക. രണ്ട് രീതിയിലാണ് ന്യൂട്രീഷൻസ് നമ്മുടെ വീനക്കാവ് അഥവാ ഹാർട്ടിലേക്ക് എത്തുന്നത്. ആ രണ്ട് രീതിയും നിങ്ങൾ പഠിക്കാം കേട്ടോ. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അത് അങ്ങനെയും ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ന്യൂട്രീഷൻ ഹാർട്ടിലേക്ക് എത്തുന്ന രീതി എന്നായിരിക്കില്ല ചോദിക്കുന്നത്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്നും ചോദിക്കാം. നിങ്ങൾക്ക് ആ പേര് സിമിലർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫെമിലിയർ ആയിരിക്കില്ല. അതായത് അപ്പോൾ പോർട്ടൽ എന്താണ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം. ആൻഡ് നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഹാർട്ടിന്റെ സ്ട്രക്ചർ ചിലപ്പോൾ പിക്ചർ തന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ റൈറ്റ് ലെഫ്റ്റ് വെൻട്രിക്കിൾസും അതുപോലെ തന്നെ ഏട്രിയംസും കൃത്യമായിട്ട് പഠിക്കാൻ ലേബിൾ ചെയ്യാനായിട്ട് സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ, അയോട്ട, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻസ്, ബൈകസ്പിഡ്, ട്രൈകസ്പിഡ് വാൽവുകളൊക്കെ ലേബൽ ചെയ്യാൻ പഠിച്ചോ. ചേംബറുകളുടെ പേരും വാൽവുകളുടെ പേരും ഒന്നും വിട്ടു പോകരുത്. എക്സാമിന് ഉറപ്പ് ചോദ്യമാണ് ഹാർട്ടിന്റെ. ഇതിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു സാധനം കൂടെ വരുന്നുണ്ട് ഹാർട്ടിന്റെ അതേ സ്ട്രക്ചറിൽ, പേസ് മേക്കർ അല്ലെ. പേസ് മേക്കർ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു തോന്നുന്നു. പേസ് മേക്കർ അതായത് എവിടെയാണ് കാണപ്പെടുന്നത്, പേസ് മേക്കറിന്റെ മറ്റൊരു പേരെന്താന്ന് ചോദിക്കാം, എസ് നോട്ട്സ് എവിടെയാണ് കാണപ്പെടുന്നത്, റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലാണ് ഇത് കാണപ്പെടുന്നത്. പല രീതിയിലും ചോദിക്കാം. ചിലപ്പോൾ ഒബ്ജക്റ്റീവിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിലൊക്കെ കയറി വരാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ, അതായത് ഒരു കുട്ടിയുടെ പേസ് മേക്കർ എടുത്ത് മാറ്റി അങ്ങനത്തെ രീതിയിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, പിക്ചർ തന്നിട്ട് ചോദിച്ചാലും ഇത് എന്താണെന്ന് ചോദിച്ചാൽ എസ് നോട് എഴുതാൻ പറ്റണം. പേസ് മേക്കർ അല്ലെങ്കിൽ എസ് നോട് എഴുതാൻ പറ്റണം കേട്ടോ. ഹാർട്ടിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് എസ് നോടാണ്. ഓക്കെ, ദെൻ ഇത് ECG ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ കുറച്ച് ഉണ്ടാവുള്ളൂ. ECGയുടെ സ്ട്രക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ECGയുടെ ഫുൾ ഫോം പഠിക്കാം. ഇനി 2 എക്യുപ്മെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ് മെസ് എക്യുപ്മെന്റ്സ്? സിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഇത് 2 ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. വിത്ത് സ്പെല്ലിംഗ് അടക്കം പഠിക്കണേ. ഓക്കെ, സിഗ്മോ മാനോമീറ്ററിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ 2 പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഷറിന്റെ കാര്യം പറഞ്ഞിട്ട് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന 2 ഇൻസ്ട്രുമെന്റിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഇത് ചോദിക്കാം. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാലും പിക്ചർ തന്നാൽ എന്താണ്, 2 പേരുടെ പേര് അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കാം. ദെൻ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ 2 ഫിഗേഴ്സിൽ അടുത്തൊരു ഫിഗർ വരുന്നുണ്ട് മക്കളെ, വളരെ പ്രധാനപ്പെട്ടതാണ് മിസ്. അതായത് നമ്മുടെ റൂട്ട് വലിച്ചെടുക്കുന്ന വാട്ടർ എങ്ങനെയാണ് ലീഫിലേക്ക് എത്തുന്നതെന്നുള്ള ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് എന്താണ്, റൂട്ട് പ്രഷർ കൊണ്ട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കൊഹീഷൻ അഹീഷൻ ആ ഫോഴ്സ് കൊണ്ട് മുകളിലേക്ക് വെള്ളം കയറി പോകുന്നുണ്ട്, അതുപോലെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയും എന്താണ് വെള്ളം മുകളിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ 3 പ്രോസസ്സും നിങ്ങൾ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സൈലത്തിലൂടെ വെള്ളം പോകുന്ന കാര്യം വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പൊ സൈലത്തിലെ വാട്ടർ മിനറൽസ് ഒക്കെ സൈലത്തിലൂടെ പോയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലോയത്തിന്റെ പിക്ചർ ആണ് മക്കളെ. ഫുഡ്, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കുന്ന ഫുഡ് പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് പാർട്സിൽ, റൂട്ടിലും സ്റ്റെമ്മിലും ലീഫ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ആരാണ്, ഫ്ലോയോ ആണ്. അപ്പൊ ഫ്ലോയോ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ഷുഗേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുള്ള കാര്യം കാണിക്കുന്നതാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട്. അപ്പോൾ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ട്രാൻസ്പോർട്ട് കൂടെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും തീർന്നു കഴിഞ്ഞു. സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല കലക്കനായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം, നല്ല കിടിലനായിട്ട് എക്സാം എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങളും പതിയെ പോവുകയാണ്. ഇനി ഞങ്ങൾ പോകുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണ്ടേ. അപ്പോൾ സമയം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് മാത്രം ഇതൊക്കെ പഠിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ പോവാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാട്ടോ. മക്കളെ നാളെ പോയിട്ട് എക്സാം എഴുതി കലക്കി തിരിച്ചു പോവാ. ഓക്കെ, വൺസ് അഗൈൻ നമുക്ക് പിന്നീട് കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Audio Jungle.